65ാമത് മൈലച്ചൽ കൺവെൻഷൻ്റെ 3ാമത്തെ രാത്രിയിലെ യോഗങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും പന്തലിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ കൺവെൻഷൻ ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതവും ശാന്തവുമായ നല്ല സമയത്തിനായി നന്ദി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വ്യാപരിച്ച ദൈവകൃപകൾക്കായി സ്തോത്രം. ഞങ്ങളെ സഭയായി 65 വർഷം നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ നല്ല ദിവസം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർന്ന് വരട്ടെ. എൻ്റെ കർത്താവേ, ഈ ദിവസത്തെ പാട്ട്, പ്രാർത്ഥന, പ്രസംഗം എല്ലാം ഏറ്റവും അനുഗ്രഹമാക്കണമേ. അതിനായി പ്രിയ മക്കളെ എൻ്റെ കർത്താവെ അങ്ങ് ഒരുക്കണമേ, കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുന്നതിൻ്റെ കർത്താവെ അങ്ങയുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, അവരെയൊക്കെ അങ്ങ് കാത്തുകൊള്ളണമേ. കടന്നു വരുന്ന ജനത്തിനായി സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട് കടന്നു പോകുവാൻ തക്കണം എൻ്റെ കർത്താവെ അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ച ഈ പ്രദേശത്ത് വ്യാപരിക്കുന്ന ദൈവകൃപകൾക്കായി നന്ദി കർത്താവ്. ഇന്ന് ഞങ്ങളോട് പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ആരംഭിക്കുന്നു. അവസാനം വരെയും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ. പാഠപുസ്തകത്തിലെ 13ാമത്തെ ഗാനം, സർവ്വസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിരുന്ന സൃഷ്ടാവിനെ സ്തുതിച്ചിരുന്നു ഞാൻ എന്ന അറിയാവുന്ന ഗാനം നമുക്ക് ഇവർക്കും കരങ്ങളെ അടിച്ച് പാടി ദൈവത്തെ സ്തുതിച്ച് മുഖത്ത്. സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോടിനാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോടിനാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും അകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും അകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ,
യേശു മാറാത്തവൻ എത്ര നല്ലവൻ എന്നും എന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാം. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാം. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെ തൻ സന്നിധിയിൽ നിർത്തിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെ തൻ സന്നിധിയിൽ നിർത്തിടുമേ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നും എന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. അത്ഭുതം അവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ള തുള്ളുന്നേ. അത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ള തുള്ളുന്നേ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നും എന്നും കൂടെയുള്ളവൻ. മയിലച്ചൽ കൺവെൻഷൻ്റെ മൂന്നാമത്തെ രാത്രി പ്രാർത്ഥനയോടെ ദൈവത്തെ നാം ആരാധിക്കുകയാണ്. നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി ഗ്രഹിക്കുവാൻ, ഒന്ന് മടങ്ങി വന്ന കർത്താവിന് സ്തുതി ഗ്രഹിക്കുവാൻ ഈ വചനകൂടാരത്തിൽ ഇങ്ങനെ ദൈവം നൽകിയ അവസരത്തെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. അനുഗ്രഹീതമായ പാട്ടുകളടങ്ങിയ പാഠപുസ്തകം നിങ്ങൾക്ക് ശുശ്രൂഷകരുടെ കരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. നിങ്ങൾ മേടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാവുന്നതത്രേ. കൺവെൻഷൻ ഗീതങ്ങളിൽ 30ാമത്തെ പാട്ട്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് കരങ്ങളിടിച്ച് പാടി ദൈവത്തെ ആരാധിക്കുകയാണ്. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ദയ ലഭിച്ചവരാണ്, നമ്മളെല്ലാവരും കൃപ ലഭിച്ചവരാണ്, നമ്മളെല്ലാവരും ദൈവത്തിന് നന്മ പ്രാപിച്ചവരാണ്. ദൈവത്തെ കരങ്ങളെ തട്ടി ആരാധിപ്പാൻ നമുക്ക് സമയത്ത് വേർതിരിക്കാം, ദൈവത്തിന് മഹത്വം കരയറ്റാം, ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാ എന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന
ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോരിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മിസ്രൈമെന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന പാടി ദൈവത്തെ ആരാധിച്ചാൽ ദേശത്ത് മുഴങ്ങി മോശയുടെ ദൈവത്തിന് ആരാധന ഗ്രഹിക്കുന്ന സമയമാണ്. ഞങ്ങളുടെ ഇടയിലും അങ്ങയുടെ വിലയിൽ സാന്നിധ്യത്തെ നയിച്ചിരുന്നതിനായി നന്ദിയോടെ സ്തോത്രം എന്ന് പറഞ്ഞു. എന്റെ ബലഹീനതയിൽ എന്റെ താങ്ങുന്ന ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവ്, എന്നെ ഉള്ളതുപോലെ അറിയുന്ന എൻ്റെ നാഥ, എന്നെ ദൂരത്ത് നിന്ന് മനസ്സിലാക്കുന്ന എൻ്റെ പ്രിയ പിതാവേ, ഞാൻ പൂർണ്ണമായി നിന്റെ മുമ്പാകെ ഒരു നഗ്നനാണ്. എനിക്ക് മറയ്ക്കുവാനായി ഒന്നുമില്ലപ്പ. എൻ്റെ ഉള്ള അവസ്ഥ അറിയുന്നവനെ, എൻ്റെ കണ്ണുകൾ ചിലപ്പോൾ നനയുന്നില്ലായിരിക്കാം, പക്ഷെ എൻ്റെ ഹൃദയങ്ങളൊക്കെ നിന്നിലൊന്നൊഴുകുകയാണ്. ഇന്ന് രാത്രി എൻ്റെ കല്ലായ ഹൃദയം മെഴുകുപോലെ ഉരുകുന്ന ഒരു രാത്രിയായിട്ടങ്ങ് മാറ്റണമേ.
നിന്റെ വചനത്താൽ മാത്രം സാധ്യം. മനുഷ്യന്റെ വാക്കുകളാൽ അസാധ്യം, മനുഷ്യന്റെ ഇടപെടലുകളാൽ അസാധ്യം. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളെ നാഥന്റെ വചനത്താൽ ഞങ്ങൾക്കത് സാധ്യമെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. നിന്റെ വചനത്താൽ ഇന്ന് നമ്മെ വിടുവിക്കുവാനായി അവൻ നമ്മുടെ മധ്യയുണ്ട്. ശാന്തമായി ദൈവസന്നിധിയിൽ അല്പസമയം മൗനമായി 1-2 നിമിഷങ്ങൾ കർത്താവേ എന്നോട് ഒന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ എന്നോടൊന്ന് ഇടപെടണമേ. എൻ ക്ഷീണിതാരോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗസാധികളെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷകൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നീശു മാത്രം മതി എനിക്കേതുമേ. ഹല്ലേലൂയ. എന്നീശു മാത്രം മതി എനിക്കേതുമേതും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും മറ്റാരെയും ഞാൻ കാണുന്നില്ല സ്നേഹസാഖിയ ഈ ലോകസാഖികളെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷകനായ ദൈവമേ നീ അല്ലാതില്ലാരും എന്നീശു മാത്രം മതി എനിക്കേതുമേതും. യേശു മാത്രം മതി എനിക്ക് ഏത് നേരത്തും. ശാന്തമായി അതത് സ്ഥലങ്ങളിൽ ഇരിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ബഹുമാനമുള്ള രാജൻ ഡാനിയലച്ചൻ ചുരുക്കമായി പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നാം പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കുവാൻ പോവുകയാണ്. കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ ഇന്നയോളം നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നതിനായി നാം സമയത്തെ വേർതിരിക്കുമ്പോൾ ആരും മൗനമായിരിക്കാതെ അധരങ്ങളെ തുറന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. വേദനകളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ നിറഞ്ഞ ഭൗതികമായൊരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അങ്ങനെയെങ്കിൽ മൈലച്ചൽ കൺവെൻഷൻ്റെ 3-ാമത് രാത്രിയിൽ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതിനായി
നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. ഇന്നലകളിൽ നാം കേട്ടതും അനുഭവിച്ചതുമായ വചനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ക്രിയ ചെയ്യേണ്ടതിനും ഇന്നിൻ്റെ ഈ രാത്രികാലത്ത് തീ പോലെയായ വചനം നമ്മുടെ ആന്തരിക മനസ്സുകളെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതായ വചനം നമ്മുടെ മനസ്സിനെ ഒന്ന് കീറിമുറിക്കുവാൻ ദൈവം ഇറങ്ങി വരേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി ദേശത്ത് വലിയൊരു ഉത്സവമായി കൊണ്ടാടുന്ന ഈ ഒരു കൺവെൻഷൻ അനേകം പേര് ഈ പന്തലിനുള്ളിൽ വേദനയും നീറുന്ന പ്രശ്നങ്ങളും നൊമ്പരങ്ങളുമായി കടന്നു വന്നിട്ടുള്ളവർ ഉണ്ടായിരിക്കാം. രോഗികളും ദുഃഖിതരും മക്കളെക്കുറിച്ചുള്ള ആധിയും പ്രയാസവും മാതാപിതാക്കളെക്കുറിച്ചുള്ള വേദനകളുമൊക്കെയായി കടന്നു വന്നവരുണ്ടാകാം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമനപ്പെട്ടവിടെ കൂടിയാലും അവരുടെ മധ്യ എഴുന്നള്ളും എന്ന് വാഗ്ദത്തം ചെയ്തവൻ നാം 2-3 പേരല്ല. ഇത്രയും പേര് ഒരുമിച്ച് ഒരുമനപ്പെട്ടായിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മധ്യേ ദൈവം ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നിൻ്റെ ഈ രാത്രികാലം നമുക്കായിരിക്കാം. ബർത്തിമായുടെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തിയപ്പോൾ നിന്ന് അവനെ സൗഖ്യപ്പെടുത്തിയ കർത്താവ് ഇന്നും ആ കരം കുറുകിപ്പോയിട്ടില്ല. ഇന്നിൻ്റെ ഈ രാത്രികാലം ദൈവീകദാസൻ വചനങ്ങളെ തീയായി നമ്മുടെ ഇടയിലേക്ക് അയക്കുമ്പോൾ ഒന്ന് മുറിക്കപ്പെടുവാൻ, ഏത് പാറയെയും തകർക്കുന്ന ചുറ്റികയായി നമ്മുടെ മനസ്സുകളെ ഒന്ന് പൊട്ടിച്ചെടുക്കുവാൻ ഇന്നിൻ്റെ ഈ രാത്രികാലം നാം വിട്ടുകൊടുത്തെങ്കിലേ മതിയാവൂ. കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, യാചിച്ചിട്ടുള്ളവർ ഇന്ന് ഈ പന്തലിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഞരമ്പിൻ്റെ വേദനയുമായും വിറയലുമായി കടന്നു വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കുന്നതിനായിട്ട് യാതനയോടെ ആയി വന്നിട്ടുള്ളവരുണ്ട്. അനുഗ്രഹീതരായ തിരുമേനിമാർ, ബഹുമാനമുള്ള അച്ഛന്മാർ, സുവിശേഷ പ്രവർത്തകർ, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വചനത്തെ കേൾക്കുവാനായിട്ട് ഓടിക്കടന്നു വന്നിരിക്കുന്ന ദൈവജനവും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ തീനാളങ്ങളെ അയച്ച് നമ്മളിൽ ഒരു പരിവർത്തനമുണ്ടാകുവാൻ ദൈവം ഇന്നിൻ്റെ രാത്രികാലം സഹായിക്കട്ടെ. പച്ചവെള്ളത്തിൻ്റെ മീതെ നടന്നവനായ കർത്താവ് അല്പവിശ്വാസിനി എന്തിന് ഭയപ്പെടണം എന്ന് പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസിൻ്റെ നോട്ടം കർത്താവിൻ്റെ മുഖത്തു നിന്നും മാറിയപ്പോൾ, അങ്ങനെയാണോ ഇന്നിൻ്റെ ഈ രാത്രികാലം നമ്മൾ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളൊരു ആത്മശോധന ചെയ്യുവാൻ ഇന്നിൻ്റെ ഈ രാത്രികാലം നമുക്ക് ഉപകരിക്കുമാറാകട്ടെ. അപകടം ലോകത്തിലില്ലാഞ്ഞിട്ടല്ല, മരണം ലോകത്തിലില്ലാഞ്ഞിട്ടല്ല, വഴിമാറി നടക്കുന്ന അപകടങ്ങൾ വഴിമാറ്റി നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ ജീവനോടെ ജീവിക്കുന്നവരുടെ ദേശത്ത് ഇന്ന് ഈ പന്തലിൻ്റെ അടിയിൽ നാം ആയിരിക്കുമ്പോൾ മഹാദയും കരുണയുമുള്ള ദൈവം നമ്മോട് കരുണ കാണിച്ചത് കൊണ്ടാണ് ഇന്നിൻ്റെ ഈ രാത്രികാലം നാം ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒഴിഞ്ഞ പാത്രവുമായി കടന്നു വന്ന നിങ്ങൾ നിറഞ്ഞ പാത്രവുമായി ദൈവീക വചനം കേട്ട് ആത്മനിർവൃതി അടഞ്ഞ് നല്ല നിലത്ത് വീണ വിത്തുകൾ ആയതുപോലെ നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ സ്വാംശീകരിച്ച് ഈ പന്തൽ വിട്ടുന്ന് കടന്നു പോകാം. ചെറുതും വലുതുമായ ജോലികൾ ചെയ്യുന്നവർ, അതുപോലെ തന്നെ മൈക്ക് സിസ്റ്റം പ്രവർത്തിക്കുന്നവർ, അനുഗ്രഹീതരായ പാട്ടുപാടുന്നവർ, അതുപോലെ ബഹുമാനമുള്ള അച്ഛന്മാർ, തിരുമേനിമാർ, മറ്റു വിവിധ തരങ്ങളായ ജോലികളിലൊക്കെ ഏർപ്പെട്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തർക്കും ഇന്നൊരു അനുഗ്രഹീത നിമിഷത്തിൻ്റെ, ഒരു ആനന്ദ നിമിഷത്തിൻ്റെ വർഷമായി മാറട്ടെ. 2026 നമുക്ക് എന്നും ഓർമ്മിക്കത്തക്ക ഒരു വർഷമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവം നമ്മെ കരുതേണ്ടതിന്, പരിപാലിക്കേണ്ടതിന്, കൺമണി പോലെ കാത്ത് നമ്മളെ അനുദിന ജീവിതത്തിൽ നിർത്തേണ്ടതിന് നാം അവൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കണം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ അവന് നമ്മെ പണിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം അവൻ്റെ കൈകൾ ആ കളിമണ്ണ് പോലെ നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവം സഹായിക്കട്ടെ. ദൈവികദാസൻ വചനം സംസാരിക്കുമ്പോൾ കുരിശിൻ്റെ മറവിൽ മറക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. നാം എല്ലാം അനുഗ്രഹീതരായി ദൈവവചനം കേട്ടുകൊണ്ട് ജീവിതത്തിൽ എന്നും അത് അനുഗ്രഹീതപരമായി തുടർന്നുള്ള കാലയളവിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയമായിരിക്കാം. ദൈവം അതിന് സഹായിക്കട്ടെ. നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം.
നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നമ്മോട് സഹകരിക്കുന്നവർ, നമ്മളോട് വേദനിപ്പിക്കുന്നവർ ഒക്കെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ ഈ രാത്രിക്കാലം ദൈവം അവരെ സഹായിക്കേണ്ടതിന് ഒരുമയോടെ നാം പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ സഹായിക്കണമേ, ഞങ്ങളോടൊന്ന് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ തിരുമേനിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരെ ബലപ്പെടുത്തിക്കൊള്ളണമേ. കർത്താവെ, അവർ ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, അവരുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ, കർത്താവെ, നിന്റെ കരുണയാൽ അവരെയൊക്കെ നടത്തിക്കൊള്ളണമേ. ആയുസ്സും ആരോഗ്യവും ഒക്കെ എടുത്ത് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാർക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഓടുന്ന ഓട്ടത്തിൽ നല്ലപോർ ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു എന്ന് പൗലോസപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഓട്ടക്കളത്തിൽ ബിരുദോടെ ഓടുവാൻ കർത്താവെ ഞങ്ങളെയൊക്കെ നീ സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവിക സന്ദേശം നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന അരുണച്ചനെ നിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. കുരിശിന്റെ മറവിൽ നീ മറച്ചുകൊള്ളണം. ജനങ്ങൾക്ക് ആവശ്യമായ ആ അനുഗ്രഹീതമായ സന്ദേശത്തെ കൊടുപ്പാൻ നിന്റെ മകനെ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രവർത്തകർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം, സേവനിമാർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം, അതുപോലെ എല്ലാ അനുഗ്രഹീതരായ ഗാനങ്ങൾ ആലപിക്കുന്നവർക്കായിട്ട് നന്ദിയോടെ നിന്നെ വാഴ്ത്തുന്നു. കടന്നു വന്ന ദൈവജനത്തിനായിട്ടും അവർക്ക് വേണ്ടി നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ സഹായിക്കണമെന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം പരമപിതാവേ. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൺവെൻഷൻ്റെ 3-ാമത്തെ ദിവസം ഈ പന്തലിൽ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം ഉണ്ട് എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൺവെൻഷൻ യോഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും നമ്മളോടുകൂടെ ആയിരിക്കുകയും ചെയ്യുന്ന അഭിമന്യ തിരുമേനി ഈ സമയത്ത് ഓർക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും കൺവെൻഷന് വേണ്ടുന്ന നേതൃത്വം കൊടുക്കുകയും ഈ ദിവസങ്ങളിലൊക്കെയും കൺവെൻഷന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുകയും ചെയ്ത അഭിമന്യ തിരുമേനിയെ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ കൺവെൻഷൻ യോഗങ്ങളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലായിരിക്കുന്ന അഭിമന്യ തിരുമേനിമാർ ഇന്നത്തെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ BFM സഭയുടെ അഭിമന്യ തിരുമേനി ബിഷപ്പ് ഡോക്ടർ സെൽവദാസ് പ്രമോദ് തിരുമേനി ഇന്ന് നമ്മളോടുകൂടെ ഉണ്ടല്ലോ. തിരുമേനിയുടെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളോടുകൂടെ ആയിരിക്കുവാൻ, ഈ ദിവസത്തെ കൺവെൻഷൻ സംബന്ധിക്കുവാൻ ദൈവം കൊടുത്ത കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷൻ്റെ പേരിൽ ഇന്നത്തെ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ പ്രാസംഗികനായി കടന്നു വന്നിരിക്കുന്നത് സൗത്ത് കേരള ഡയോസിൻ്റെ അച്ഛനായിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള റവറൻഡ് DS അരുണച്ചനാണ്. അരുണച്ചൻ്റെ നിറസാന്നിധ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. ഇതുപോലുള്ള ധാരാളം വേദികളിൽ അച്ഛനുമായി പങ്കിടാനും അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാനും ഞങ്ങൾക്കൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ കൺവെൻഷൻ യോഗങ്ങളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ സ്റ്റേജിനെ അലങ്കരിച്ചിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ദേവപ്രസാദ് അച്ഛൻ, KCC ജില്ലാ കമ്മിറ്റി അംഗമാണ് അച്ഛൻ. അച്ഛൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛനെ ഇന്നത്തെ കൺവെൻഷൻ യോഗങ്ങളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. CSI സഭയുടെ അച്ഛനായിരിക്കുന്ന ECI സഭയുടെ അച്ഛനായിരിക്കുന്ന നമ്മുടെ റിൻഡോ രാജ് അച്ഛൻ നമ്മളോടുകൂടെയുണ്ട്. അച്ഛൻ്റെ ഇടവയിൽ ഒരിക്കൽ ഇതുപോലൊരു കൺവെൻഷൻ യോഗത്തിൽ സംസാരിക്കാൻ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനെയും ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ പ്രമോദ് ബിഷപ്പിനോടൊപ്പം കടന്നു വന്ന 2 അച്ഛന്മാരെന്ന് നമ്മളോടുകൂടെയുണ്ട്. നിങ്ങളുടെ സാന്നിധ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സഭാ സെക്രട്ടറി അച്ഛൻ, നമ്മുടെ അച്ഛന്മാർ, ഷമ്മാശന്മാർ, സുവിശേഷകർ, സിസ്റ്റേഴ്സ്, നമ്മുടെ മറ്റ് സഭാ ചുമതലക്കാർ, ശുശ്രൂഷകർ, കൊയർ അംഗങ്ങൾ, കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. അനുഗ്രഹീതമായ കൺവെൻഷൻ്റെ ഈ മൂന്നാമത്തെ രാത്രി നമ്മുടെ കൺവെൻഷൻ്റെ വിലയേറിയ പ്രത്യേകതകളിലൊന്നാണ് സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന അഭിവന്ദ്യ തിരുമേനിവ. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് BFM സഭയുടെ അഭിവന്ദ്യനായ അധ്യക്ഷനാണല്ലോ. അഭിവന്ദ്യ തിരുമേനി ഓർത്ത് ദൈവത്തിന് നന്ദി കൂടെ സ്തോത്രം. KCCയിലും മറ്റ് വ്യത്യസ്തമായ എക്യുമെനിക്കൽ തലങ്ങളിലും അക്കാഡമിക്കൽ തലങ്ങളിലും വ്യത്യസ്തമായ ചിന്താഗതികളിലൂടെ മുന്നോട്ട് പോകുന്ന അഭിവന്ദ്യ തിരുമേനി ഓർത്ത് ദൈവത്തിന് നന്ദി കൂടെ സ്തോത്രം. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ അല്പസമയം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അഭിവന്ദ്യ തിരുമേനി നമ്മോട് ആശംസകൾ അറിയിക്കും, പ്രാർത്ഥനകൾ അറിയിക്കും. അഭിവന്ദ്യ തിരുമേനിയെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് വിശുദ്ധീകരിച്ചു വരുന്ന ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഓർത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ മൈലച്ചൽ കൺവെൻഷൻ്റെ ഈ സഭയുടെ അധ്യക്ഷം വഹിക്കുന്ന അഭിവന്ദ്യ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോർജ് പെൻ തിരുമേനി, ഇവിടെ ആയിരിക്കുന്ന അതിഥികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിവന്ദ്യ പിതാക്കന്മാർ, അതോടൊപ്പം ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മോട് പ്രഘോഷിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഈ നാളുകളിൽ വചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ഇതിൻ്റെ ഉപദേശ സ്ഥിരതയോടുകൂടെ രൂപാന്തരപ്പെടുത്തുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഈ കേരളക്കരയിലും ഇന്ത്യയിൽ എല്ലായിടത്തും അനേകം ലോകത്തിൻ്റെ വിവിധ ഭാഗത്തും പ്രഘോഷിക്കുവാൻ ദൈവം ഇന്നെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റവറൻ അരുണച്ചൻ, അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന KCCയുടെ പ്രത്യേക ജില്ലയുടെയും നമ്മുടെ പാറശാല അസംബ്ലിയുടെയും ചുമതല വഹിക്കുന്ന ശക്തമായി നേതൃത്വം കൊടുക്കുന്ന റവറൻ ദേവപ്രസാദ് അച്ഛൻ, ഇവിടെ ആയിരിക്കുന്ന വിവിധ സഭകളിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും ആത്മീയ നേതാക്കന്മാർക്ക്, വിശ്വാസികൾക്ക്, അതിമനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, ഈ സഭയുടെ വിശ്വാസികളും വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും, പ്രത്യേകിച്ച് BFM ചെറുക്കുന്ന സഭയിലെ വിശ്വാസികളെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലെ ചർച്ച് കമ്മിറ്റിയുടെ ഡീക്കനായിരിക്കുന്ന ശ്യാംകുട്ടി സഹോദരൻ, എല്ലാവർക്കുമുള്ള വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഞാനായിരിക്കുന്ന BFM സഭയുടെ പേരിലുള്ള എല്ലാ ആശംസകളെ ഈ 65ാമത് മൈലച്ചൽ കൺവെൻഷന് ദൈവനാമത്തിൽ നേർന്നുകൊള്ളുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാനും അതിനെ ആഴത്തിൽ സ്വാംശീകരിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ട കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച അനേകർക്ക് ഇന്ന് പരസ്യമായി ദൈവത്തെ ആരാധിക്കുവാനോ വചനം ഉൾക്കൊള്ളുവാനോ പറ്റാത്ത വിധത്തിലുള്ള ഉപരോധങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഒറീസയിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും വടക്കേന്ത്യയിലെ മിഷൻ ഫീൽഡുകളിലെല്ലാം ഇന്ന് ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങൾ, കൺവെൻഷൻ യോഗങ്ങൾ നടത്തുന്നതിന് വിശ്വാസ സമൂഹം വളരെ ആശങ്കയോടുകൂടെ, വളരെ വേദനയോടുകൂടെ ആണ് അവർ അതിനെ സമീപിക്കുന്നത്. ആദിമ നൂറ്റാണ്ടിലുണ്ടായ പീഡനങ്ങൾ നമുക്ക് സംഭവിക്കുമോ എന്നുള്ള ജീവനെ പേടിച്ച് രഹസ്യമായി ആരാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, വചനത്തെ ആഴത്തിൽ പഠിക്കുവാനൊക്കെയുള്ള എല്ലാ കൃപാമുഖാന്തരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വചനം അത് വൈവിധ്യമായ രീതിയിൽ പഠിക്കുവാനുള്ള അവസരത്തെ നമുക്ക് ദൈവം പകരുകയാണ്. വചനത്തിന് വൈവിധ്യമായ സന്ദേശങ്ങൾ ഉണ്ട്. ആഴമേറിയ വചനത്തിൻ്റെ ആ വീക്ഷണങ്ങൾ, ഉൾക്കാഴ്ചകൾ നാം പരിശുദ്ധാത്മാവിലൂടെ സംശീകരിക്കുന്ന രൂപാന്തരപ്പെട്ട ഒരു സമൂഹമാണ്. അതിൽ അടിസ്ഥാനപരമായ
സുവിശേഷത്തിൻ്റെ സത്യം നമ്മൾ സൺഡേ സ്കൂൾ മുതലേ പഠിച്ചിട്ടുണ്ട്. അത് ബൈബിളിൻ്റെ താക്കോൽ വാക്യം എന്നാണ് പറയുന്നത്. നമുക്കറിയാം എന്താണ് ബൈബിളിൻ്റെ ആ ഒരു കീ വേഴ്സായിട്ടുള്ളത്. താക്കോൽ വാക്യം നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് എടുക്കാമോ? യോഹന്നാൻ 3:16 ആ താക്കോൽ വാക്യം. ബൈബിളിൻ്റെ താക്കോൽ വാക്യം ഏതെന്ന് ചോദിച്ചാൽ അത് യോഹന്നാൻ സുവിശേഷം 3:16 വാക്യമാണ്. എടുത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് വായിക്കാമോ? അതാണ് ബൈബിളിൻ്റെ തന്നെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഒരു വലിയ സന്ദേശം. ആ സന്ദേശത്തെ നാം ഒരുമിച്ച് ഏറ്റുചൊല്ലുമ്പോൾ നമ്മുടെ കൺവെൻഷൻ്റെ ആ വേരിന് കുറച്ചുകൂടെ ഒരു വലിയ ദൈവമഹത്വമായി തീരും. ചേർന്ന് നമുക്ക് വായിക്കാമോ? എന്താണ് യോഹന്നാൻ 3:16? നമുക്കറിയാം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അത് കാണാതെ അറിയാവുന്ന ഒരു വചനം ആണ്. ആ ഏകജാതൻ ആരാണ് എന്നുള്ളതും നമുക്ക് അറിയാം. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ, മറ്റൊരുത്തരിലും ഇല്ല എന്ന് പറയുകയാണ്. നമ്മുടെ ഒരു മാതൃസഭയായിട്ടുള്ള ആദിമ നൂറ്റാണ്ട് തൊട്ടുള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭ. കത്തോലിക്ക സഭയിൽ യേശുക്രിസ്തു മാത്രമല്ല മധ്യസ്ഥൻ, പല മധ്യസ്ഥന്മാരുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിനകത്ത് നന്മകൾ, തിന്മകൾ, തിന്മകൾ എന്ന് പറയാൻ പറ്റത്തില്ല, അതുല്യതകൾ നിരവധിയായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ അതിൻ്റെ പരമാധ്യക്ഷനായ അഭിവന്യ പോപ്പ് പിതാവ് പറയുകയുണ്ടായി, എന്താണ്? യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ, മറ്റുള്ള ഒന്നും രക്ഷകനല്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കഴിഞ്ഞ നാളുകളിൽ അത്തരത്തിൽ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള, അടിസ്ഥാന ഉപദേശത്തിന് വിരുദ്ധമായിട്ടുള്ളതിനെല്ലാം അതിനെല്ലാം തിരുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ രക്ഷകൻ, ലോകത്തിൻ്റെ രക്ഷകൻ. എന്നാൽ യോഹന്നാൻ സുവിശേഷകൻ, 4-ാം സുവിശേഷകൻ അവിടെ സുവിശേഷം രക്ഷകനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല, അടുത്ത വരികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് വായിക്കാമോ? 17-ാമത്തെ വാക്യം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ആ രക്ഷയെക്കുറിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ വീണ്ടും പറയുന്നു, ന്യായവിധിയെക്കുറിച്ചും പറയുകയാണ്. എന്താണ് ന്യായവിധി? ന്യായവിധിയെക്കുറിച്ചുള്ള സങ്കല്പം, അതിൻ്റെ ഉപദേശം, അതെല്ലാം നമ്മുടെ മനസ്സുകൾ കടന്നു വരുന്നത് അന്ത്യകാലത്തെക്കുറിച്ചാണ്, ഒരു യുഗാന്ത്യത്തെക്കുറിച്ച്, എസ്കറ്റോളജിക്കലായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതും ഒരു യാഥാർത്ഥ്യം ആണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വീണ്ടും വരവ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യായവിധിയുടെ വിവരണം വചനം ആഴത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വീക്ഷണം ഇരിക്കുമ്പോൾ തന്നെ സുവിശേഷം, ഈ 4-ാം സുവിശേഷകൻ നമ്മോട് പറയുന്നത് ആ ന്യായവിധി യുഗാന്ത്യത്തിൽ മാത്രമല്ല, പിന്നെയോ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പം ന്യായവിധി എന്ത് ചെയ്തു? വന്നു കഴിഞ്ഞു. ന്യായവിധി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. തീരുന്നില്ല. എന്താണ് ന്യായവിധി എന്ന് കൂടെ പറയുന്നുണ്ട്. രക്ഷയെക്കുറിച്ച് നാം പറഞ്ഞു, നിത്യജീവനെക്കുറിച്ച് നാം സ്വാംശീകരിച്ച് മനസ്സിലാക്കി. അടുത്ത രക്ഷകൻ ആരെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. എന്താണ് ന്യായവിധിയെന്നും ന്യായവിധി എപ്പോഴാണ് ആരംഭിക്കുന്നതെന്നും നമുക്ക് ഉണരാൻ കഴിഞ്ഞു. എന്നാൽ ആ ന്യായവിധിയെക്കുറിച്ച് 4-ാം സുവിശേഷകൻ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു പഠിപ്പിക്കൽ നമുക്ക് പകരുകയാണ്. എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് പഠിപ്പിക്കുന്നത്? 19-ാമത്തെ വാക്യം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. എന്താണ് ന്യായവിധി? സത്യമായ കർത്താവിനെ, വഴിയും സത്യം ജീവനുമായിട്ടുള്ള ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാതെ വെളിച്ചത്തേക്കാൾ അന്ധകാരത്തെ, ഇരുളിനെ, ആ ഇരുട്ടിനെ സ്നേഹിക്കുന്നതാണ് ന്യായവിധി. സത്യം നമുക്കറിയാം, രക്ഷകനെ നമുക്കറിയാം, വചനം നമുക്കറിയാം, എല്ലാ ബോധ്യവും നമുക്ക് പരിശുദ്ധാത്മാവ് പകരുമ്പോൾ
ആ സത്യത്തിന് വിരുദ്ധമായിട്ട് നാം അസത്യം പ്രവർത്തിക്കുകയാണെങ്കിൽ അതുതന്നെ നമ്മുടെ ഉള്ളിലുള്ള ന്യായവിധി എന്നാണ് പരിശുദ്ധാത്മാവിലൂടെ യോഹന്നാൻ സുവിശേഷകൻ ലോകത്തിന് പകരുന്ന ചിന്ത. രണ്ട് ചിന്തയാണ്. എല്ലാ കൺവെൻഷൻ്റെയും വേർതിരിക്കാൻ പറ്റാത്ത സന്ദേശം സുവിശേഷവും ന്യായവിധിയുമാണ്. യേശുവിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് അവകാശം ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ന്യായവിധിയിൽ നിന്ന് മാറിപ്പോകുവാൻ, എന്താണ് ന്യായവിധി എന്ന് മനസ്സിലാക്കുവാൻ ഉള്ള കൃപയും ലഭിച്ചിരിക്കുന്നു. ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷകനെ മുറുകെ പിടിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശമാക്കുവാൻ, വചനത്തിൻ്റെ ആഴത്തിൽ കൂടുതലായിട്ട് വീണ്ടും പഠിക്കുവാൻ, അതിനെ ജീവിതത്തിൽ പകർത്തുവാൻ, ദൈവനാമോസ്തനായിട്ട് ജീവിക്കുവാൻ ദൈവം നമുക്ക് ഇപ്രകാരം ഒരു കൺവെൻഷനെ പകർന്നിരിക്കുകയാണ്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഒന്നുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. അഭിനയ തിരുമേനിക്കും തിരുമേനോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും ഇവിടെ എല്ലാവർക്കുമുള്ള ഈ കൺവെൻഷനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു തിരുമേനി. ഏറെ ബഹുമാനമുള്ള ദൈവപ്രസാദിച്ചും നമ്മോടൊപ്പമുണ്ട്. CSI സൗത്ത് കേരള ഡയോസിസിലെ പളുകൽ CSI സഭയുടെ അമരക്കാരനാണ് ബഹുമാനുള്ള അച്ഛൻ. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഒരു വ്യത്യസ്തമായ മുഖമാണ് അച്ഛൻ. എന്നും നേതൃത്വത്തിൽ മുൻനിരയിലുണ്ട്. എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ബഹുമാനുള്ള അച്ഛനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ സംസ്ഥാനതല അധ്യക്ഷനായി അദ്ദേഹം ഈ ദിവസങ്ങളിൽ KCCയിലും മറ്റ് സഭാ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളിലും നേതൃത്വം നൽകുന്നു. അച്ഛൻ്റെ 2 വാക്കുകൂടെ കേട്ട് ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനമാലപിക്കും. സ്തോത്ര കാഴ്ച സ്വീകരിച്ച് പ്രാർത്ഥനയോടെ വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരിമേലിപ്പിക്കാം. ഏറെ പ്രാർത്ഥനയോടെ അച്ഛനെ സ്വാഗതം ചെയ്യും. ഈ വേദിയിലിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ, അനുഗ്രഹീതമായ സന്ദേശത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട സ്നേഹമുള്ള DS അരുണച്ചൻ, ഏറെ പ്രിയങ്കരരായ സഹവിശ്വാസികളെ, ഓരോ വാർഷിക കൺവെൻഷൻ യോഗങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ഓരോ വിശ്വാസിയും കുറവുകൾ തിരിച്ചറിയാനും കൂടുതൽ ശുദ്ധിയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ഈ 65ാമത് വാർഷിക കൺവെൻഷൻ യോഗങ്ങളും ഇവിടെ നമ്മുടെ മുൻപിൽ വിളമ്പുന്ന എല്ലാ ദൈവവചനവും വളരെ ശക്തമായ ശുദ്ധീകരണത്തിന് സഹായകരമായി തീരട്ടെ. ദൈവം അനുവദിക്കാത്ത ഇടങ്ങളിൽ നടക്കാതെ, ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കാതെ, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത ആളുകളുടെ ഉപദേശം ഗ്രഹിക്കാതെ വിശ്വാസ ജീവിതയാത്ര മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കൺവെൻഷൻ യോഗങ്ങൾക്ക് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. 88ാമത്തെ പാട്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ സമയത്ത് നേർച്ചകളും സ്തോത്രകാഴ്ചകളും സ്വീകരിക്കും. തുടർന്ന് റിൻഡു അച്ഛൻ്റെ ചുരുക്കമായുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ബഹുമാനമുള്ള അരുൺ അച്ഛൻ നമ്മോട് ദൈവവചനം സംസാരിക്കും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നോക്കായിരിക്കാം. 88ാമത്തെ പാട്ട്. വിധവയെ മാനിച്ചവൻ കരുണാമയൻ. 2 കാശിട്ട വിധവയെ മാനിച്ചവൻ കരുണാമയൻ. ഇല്ലായ്മയിൽ നിന്നും നൽകുന്ന ദാനങ്ങൾ സ്വർഗ നിക്ഷേപമായുയരും. ഇല്ലായ്മയിൽ നിന്നും നൽകുന്ന ദാനങ്ങൾ സ്വർഗ നിക്ഷേപമായുയരും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി
സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. കൊയ്തിടും കണ്ണുനീരോടെ വിതച്ചാലാർപ്പോടെ കൊയ്തിടും. അമർത്തിക്കുലുക്കി നിറഞ്ഞു കവിയും അനുഗ്രഹം ദൈവമേകിടും. അമർത്തിക്കുലുക്കി നിറഞ്ഞു കവിയും അനുഗ്രഹം ദൈവമേകിടും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. ചുമടുതാങ്ങും യാഹിൻ സങ്കേതമേ, ഹൃദയഭാര ചുമടുതാങ്ങും യാഹിൻ സങ്കേതമേ, സകല കൃപയും നിറയ്ക്കുവാൻ ദൈവം സർവശക്തനേ. സകല കൃപയും നിറയ്ക്കുവാൻ ദൈവം സർവശക്തനേ. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുകയും ഹൃദയം പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ, സന്തോഷത്തോടുകൂടി കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിർബന്ധത്താലും സങ്കടത്താലും അരുത് എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര വഴിപാടിനെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവെ, ആ വിധവയുടെ വെള്ളിക്കാശിനെ അനുഗ്രഹിച്ച ദൈവസാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങൾ സമർപ്പിച്ച ഈ സ്തോത്ര വഴിപാടിന്മേൽ ദൈവത്തിൻ്റെ കൃപയങ്ങ് പകരണം. ഉപജീവന മേഖലകൾ, അധ്വാന മാർഗങ്ങൾ, കർത്താവെ, എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കൃപയങ്ങ് പകരണമേ. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കർത്താവ് വചനമായി നിൽക്കുന്നതായ പ്രിയച്ചനെ അനുഗ്രഹിച്ച് മാനിക്കണം. ഞങ്ങൾക്ക് വേണ്ടുന്നതായ ആത്മീക ദൂത് ഇന്ന് രാത്രികാലം ദൈവോടുന്ന് പകരുന്നതിനായ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കാണിക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മൾ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കാം. വചന കേൾവിക്ക് മുന്നോടിയായി ദൈവം തമ്പുരാനെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കെ ദൈവിക പരിജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ. മാനുഷികാലോചനകളല്ല, ദൈവത്തിൻ്റെ ദർശനങ്ങൾ തന്നെ ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതര ചിന്തകളെല്ലാം വെടിഞ്ഞ് ഇനിയുള്ള ചില നിമിഷങ്ങളിൽ കർത്തൃപാദപീഠത്തിൽ ഇരുന്ന് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെയും പ്രാപ്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനമന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം
തിരുവചനമന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം പകരുക ആത്മാവിൻ നിറയുവാൻ പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. തിരുവചനത്തിൻ്റെ നാഥനെ, വീണ്ടും ഒരിക്കൽ കൂടെ നിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവിടയാക്കിയല്ലോ. മൈലച്ചൽ കൺവെൻഷൻ്റെ ഭാഗമായി ഒരു പകലിൻ്റെ നന്മ അനുഭവിച്ച ഞങ്ങൾക്ക് ഈ സന്ധ്യായാമത്തിൽ ഈ വചന കൂടാരത്തിലായിരുന്നു കൊണ്ട് വചനം കേൾക്കുവാൻ കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തുതി. ഈ സഭയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അഭിവന്യ പിതാക്കന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൂരെ ചാരെ വചനശ്രവണത്തിലായിരിക്കുന്ന സകലർക്കും കർത്താവിൻ്റെ സമൃദ്ധമായ കൃപ പകരണമേ. ഇന്ന് ഇവിടെ പ്രഘോഷിക്കുന്ന തിരുവചനത്താൽ വചനം പ്രസംഗിക്കുന്ന ബലഹീനാടിയനും വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ കൃപയാൽ സഹായിക്കണമെന്ന് ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. യാചന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദിയിൽ ആയിരിക്കുന്ന അഭിവന്യ ജോർജ് ഈപ്പൻ തിരുമേനി, അഭിവന്യ സെൽവദാസ് പ്രമോദ് തിരുമേനി, ആദരണീയനായ ദേവപ്രസാദ് അച്ഛൻ, സഭയിലെ മറ്റ് പിതാക്കന്മാരെ, അച്ഛന്മാരെ, ശുശ്രൂഷകരെ, ഇന്ന് മനോഹരമായ ഉണർവ് ഗാനങ്ങൾ പാടുന്ന പ്രിയപ്പെട്ട ഗായിക സംഘാംഗങ്ങൾ, ദൂരെ ചാരെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും കർത്തൃനാമത്തിൽ വന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ മൈലച്ചൽ കൺവെൻഷൻ്റെ ഭാഗമായി നിങ്ങൾക്കൊപ്പമായിരുന്നു കൊണ്ട് ഒരു ആരാധന കൂടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാനും വചനം പങ്കിടാനും കർത്താവ് എനിക്ക് നൽകിയ ഈ ശ്രേഷ്ഠമായ പദവിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഉപോദ്ബലകമായി തിരഞ്ഞെടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവിൻ്റെ ജീവചരിത്രം സസൂക്ഷ്മം പരിശോധിച്ചിട്ട് വളരെ വ്യക്തതയോടുകൂടി സുവിശേഷം എഴുതുകയാണ് ലൂക്കോസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ മറ്റു പല സുവിശേഷങ്ങളിലും കാണാത്ത അനേകം കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. സ്ത്രീകളാകട്ടെ, പാവപ്പെട്ടവരാകട്ടെ, സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരാകട്ടെ, മറ്റു പല കഥാപാത്രങ്ങളും വളരെ സവിശേഷതയാർന്ന അനുഭവങ്ങളിൽ ലൂക്കോസിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പ്രത്യേകാൽ ലൂക്കോസിൻ്റെ സുവിശേഷം ആദ്യത്തെ 1-2 അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജനനവൃത്താന്തം വളരെ സവിസ്തരമായി പ്രതിപാദിക്കുമ്പോൾ ചില മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത ചില കഥാപാത്രങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷ വിവരണത്തിൽ വരുന്നുണ്ട്. പ്രത്യേകം യേശുക്കുഞ്ഞുമായിട്ട് അമ്മ മറിയവും ജോസഫും ദൈവാലയത്തിൽ പോകുന്ന വേളയിൽ അവിടെ ആദ്യമായി ദൈവാലയത്തിൽ പ്രാർത്ഥനാ നിരതനായി കർത്താവിനെ കാത്തിരുന്ന ശിമയോനെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഹന്ന പ്രവാചകിയെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇങ്ങനെ മസിഹാത്വത്തിൻ്റെ മഹത്വത്തെ ആ സന്ദർഭത്തിൽ ഈ പ്രിയപ്പെട്ടവർ വിളംബരം ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഹന്ന പ്രവാചകിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരണത്തിൽ 2-3 സെൻറ്റൻസുകളിൽ ഒരു വലിയ വ്യക്തിത്വത്തെ ലൂക്കോസ് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഞാൻ ആധാരമാക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഹന്ന പ്രവാചകിയുടെ ചില പ്രത്യേകതകളാണ്. വിവരണം നിങ്ങൾക്കറിയാം. കർത്താവ് യേശുക്കുഞ്ഞുമായിട്ട് അമ്മ മറിയം വരുന്നു. ഹന്ന പ്രവാചകി യേശുക്കുഞ്ഞിനെ കാണുന്നു. കണ്ട മാത്രയിൽ തന്നെ കാത്തിരുന്ന മെശിഹയാണെന്ന് തിരിച്ചറിയുന്നു. ആ വലിയ സന്തോഷത്തെ പങ്കിടുന്നു. ഇത് പറയുമ്പോൾ ഹന്ന പ്രവാചകിയെക്കുറിച്ചും ചില വിവരണങ്ങൾ
ഒളിഞ്ഞും തെളിഞ്ഞും ലൂക്കോസ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്താണെന്നാണ് നമ്മളിന്ന് ചുരുക്കമായി ചിന്തിക്കുക. ആ ഭാഗം നിങ്ങൾക്ക് ചിരപരിചിതമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഹന്ന പ്രവാചകയുടെ ചില പ്രത്യേകതകളിലേക്ക് നമ്മുടെ ധ്യാനത്തെ വേഗത്തിൽ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു. നമ്പർ 1, ഹന്ന പ്രവാചകയുടെ ഒന്നാമത്തെ പ്രത്യേകത, ശൈഥില്യങ്ങളിൽ ശേഷിപ്പായി മാറിയവൾ. ശൈഥില്യങ്ങളിൽ ശേഷിപ്പായി മാറിയവൾ. ലൂക്കോസ് 2:36. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന. ഇങ്ങനെയാണ് തുടക്കം. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന. സസൂക്ഷ്മം വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവിടെ വായന നിന്നു പോകും. അതിന് കാരണം എന്താണ്? ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന. ബൈബിളിൽ പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വ്യക്തികളും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങളും 3 ഗോത്രത്തിൽപ്പെട്ടവരാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിയർ 12 ഗോത്രങ്ങളുണ്ടെന്നറിയാം. യാക്കോബിൻ്റെ പരമ്പരയിൽ 12 ഗോത്രങ്ങളുടെ ഒരു സമുച്ചയത്തെ ആണ് നമ്മൾ, ഒരു സഞ്ചിത സംസ്കാരത്തെയാണ് നമ്മൾ ദൈവജനം എന്നൊക്കെ പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന മുഴുവൻ വ്യക്തികളും 3 ഗോത്രത്തിൽപ്പെട്ടവരാണ്. വെറും 3 ഗോത്രത്തിൽപ്പെട്ടവരെ പുതിയ നിയമത്തിലുള്ളൂ. പ്രത്യേകാൽ യഹൂദ, ബെന്യാമിൻ, ലേവ്യ, ഈ 3 ഗോത്രത്തിൽപ്പെട്ടവർ മാത്രമാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുക. 12-ൽ 3 പേരേ ഉള്ളൂ. യേശു ഏത് ഗോത്രക്കാരനാണ്? യഹൂദ ഗോത്രക്കാരനാണ്. പൗലോസ് ഏത് ഗോത്രക്കാരനാണ്? ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ഇങ്ങനെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വ്യക്തികളും ഈ 3 ഗോത്രത്തിൽപ്പെട്ടവരാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ ഒരു വ്യക്തി മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞ ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന. സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ചോദ്യം, ആശേർ ഗോത്രക്കാരിക്ക് ഈ പള്ളിക്കകത്ത് എന്ത് കാര്യം? പ്രത്യേകിച്ചും യെരുശലേം ദേവാലയത്തിൻ്റെ അകത്ത് എന്ത് കാര്യം? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യം പ്രസക്തമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരല്പ ചരിത്രം, പ്രത്യേകിച്ചും യഹൂദ ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വേഗത്തിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് വരണം. യഹൂദ ചരിത്രത്തിനൊരു സംക്ഷിപ്ത വിവരണം ഇങ്ങനെയാണ്. 12 ഗോത്രങ്ങളായി ഇവർ വാഗ്ദത്തപ്രകാരം കനാൻ ദേശത്തിൽ സെറ്റിലാകുന്നുണ്ട്. ശലോമോൻ്റെ കാലം വരെ, പ്രത്യേകിച്ചും ദാവീദിൻ്റെ കാലഘട്ടമാണ് യഹൂദരെ സംബന്ധിച്ചൊരു സുവർണ കാലഘട്ടം. 12 ഗോത്രങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് വസിച്ച് ഒരു ദൈവാലയത്തിൻ്റെ ഒരു ഭരണസാരഥ്യത്തിൻ്റെ കീഴിൽ അവർ ഒരുമയോടെ പാർത്ത ഒരു കാലഘട്ടം. അതിനുശേഷം ശലോമോൻ്റെ കാലഘട്ടത്തിൽ ദൈവാലയം വരുന്നു. ഒരു ദൈവാലയം, ഒരു ജനത, ഒരു ആരാധന, ഒരു ആത്മീക സംസ്കാരം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ശലോമോൻ്റെ കാലത്തിന് ശേഷം ഈ 12 ഗോത്രങ്ങളാകുന്ന ഈ യഹൂദ മക്കൾ അവർ 2ആയി പിളർക്കുന്നു. 2 രാജ്യമാകുന്നു. 2 ദേശത്തിൽ അവർ താമസിക്കുന്നു, വർഗീകരിക്കപ്പെടുന്നു. 2 പള്ളി ഉണ്ടാകുന്നു. ഇങ്ങനെ അവർക്കിടയിൽ വിഭിന്നത രൂക്ഷമാകുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണാം. അതിൽ പ്രത്യേകിച്ചും ഉത്തരദേശം, നോർത്തേൺ കിങ്ഡം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ 10 ഗോത്രങ്ങളുടെ സമുച്ചയമാണ് ഈ ഉത്തരദേശം. അവർ ഒരുമിച്ച് വസിച്ചു. ഇസ്രായേൽ എന്നാണ് ആ ഉത്തരദേശത്തെ അറിയപ്പെട്ടത്. ശമരിയാണ് അവരുടെ തലസ്ഥാനം. മറ്റൊന്ന് ദക്ഷിണദേശം, സദേൺ കിങ്ഡം. 2 ഗോത്രങ്ങൾ ബെന്യാമിനും യഹൂദയുമാണ് അവിടെ പാർത്തത്. അവർക്ക് യഹൂദ എന്ന് അവർ അറിയപ്പെട്ടു. യെരുശലേമാണ് അവരുടെ തലസ്ഥാനം. ഇസ്രായേൽ അതിൻ്റെ തലസ്ഥാനം ശമരിയ, യഹൂദ അതിൻ്റെ തലസ്ഥാനം യെരുശലേം. ഇങ്ങനെ 2 രാഷ്ട്രങ്ങളായി, 2 ദേശങ്ങളായി, 2 തലങ്ങളിൽ വർഗീകരിക്കപ്പെട്ട് അവർ വിഭജിതമാകുന്നു. 2 പള്ളി ഉണ്ടാകുന്നു. ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെപ്പോലെ വസിച്ചവർ ഒരു സന്ദർഭത്തിൽ 2ആയി പിളരുകയും 2 രീതിയിൽ ജീവിക്കുകയും ചെയ്തപ്പോൾ വളരെ സ്വാഭാവികമായി
BC 722 ഇതിൽ നോർത്തേൺ കിങ്ഡം അഥവാ ഇസ്രായേലിനെ അസീറിയൻ സാമ്രാജ്യം കീഴടക്കുന്നു. 2 രാജാക്കന്മാർ 17 അധ്യായം 5-6 വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 17, 5-6 വാക്യങ്ങൾ. അശൂർ രാജാവ് രാജ്യത്തെല്ലായിടവും കൂടി കടന്ന് ശമരിയയിൽ വന്ന് അതിനെ 3 സംവത്സരം നിരോധിച്ചു. ഹോശയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവ് ശമരിയെ പിടിച്ചു, ഇസ്രായേലിനെ ബദ്ധരാക്കി കൊണ്ടുപോയി, ഇസ്രായേലിനെ അടിമകളാക്കി കൊണ്ടുപോയി. ഇതാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഈ 10 ഗോത്രങ്ങൾ ഒടുവിൽ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അവർ ബന്ധികളായി വസിച്ചു. അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അടിമകളായി അവർ വസിച്ചു. ഇതാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ 10 ഗോത്രങ്ങളുടെ ഒരു സമുച്ചയം അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ബന്ധികളായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർ അസീറിയൻ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു, അസീറിയൻ സംസ്കാരവുമായി ഇടപഴകി, അസീറിയൻ ജീവിതശൈലി സ്വീകരിച്ചു, യഹോവയായ ദൈവത്തെ മറന്ന് അസീറിയൻ ദൈവത്തെ ആരാധിച്ചു, അസീറിയൻ ദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ 12 ഗോത്രങ്ങളും ഇസ്രായേൽ, അതിൻ്റെ തലസ്ഥാനമായ ശമരിയ, അവർ ഉൾപ്പെടുന്ന ഈ 10 ഗോത്രങ്ങളും ഒരു സങ്കരവർഗമായി മാറി, തനിമ നഷ്ടപ്പെട്ടവരായി സങ്കരവർഗമായി മാറി. ഇസ്രായേൽ എന്ന പരിപാവനത്വമുള്ള പരിശുദ്ധ വിശ്വാസത്തെ പരിത്യജിച്ചുകൊണ്ട് അസീറിയൻ സംസ്കാരവുമായി ഇടപഴകിക്കൊണ്ട് അവരുടെ ദേവീദേവന്മാരെ ആരാധിക്കുകയും അവരിൽ ഒരാളായി മാറ്റപ്പെടുകയും അവരുടെ സംസ്കാരം സ്വീകരിക്കുകയും അവരുമായി സംബന്ധം കൂടുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഒടുവിൽ ഈ 10 ഗോത്രങ്ങളെയും, ഇങ്ങനെ സങ്കരവർഗമായി മാറിയ ഈ 10 ഗോത്രങ്ങളെയും ഇസ്രായേലിയർ, മറ്റ് സദേൺ കിങ്ഡം, അവരെ ലോസ്റ്റ് ട്രൈബ്സ്, നഷ്ടഗോത്രങ്ങൾ എന്നാണ് വിളിച്ചത്. നഷ്ടപ്പെട്ടു, തനിമ പോയി. പരമ്പരാഗതമായി പൈതൃകമായി കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസ ദീപ്തിയെ പരിത്യജിച്ചു മറ്റൊരു ജീവിതം അവലംബിച്ചവർ തനിമ നഷ്ടപ്പെട്ടു. ലോസ്റ്റ് ട്രൈബ്സ്, നഷ്ടഗോത്രങ്ങൾ എന്നാണ് അവർ അറിയപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ അവർ, നമുക്കറിയാം, ശമരിയക്കാരത്തി സ്ത്രീയെ കർത്താവ് സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ ആശ്ചര്യത്തോടുകൂടി ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, യഹൂദ റബ്ബിയായ താങ്കൾക്ക് എങ്ങനെയാണ് എൻ്റെ അടുക്കൽ വന്ന് എന്നോടൊപ്പം വെള്ളം ചോദിക്കാൻ കഴിയുക? അങ്ങ് യഹൂദനാണല്ലോ, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ആളാണ്, അപ്പുറത്തെ ആളാണ്. എന്ന് പറഞ്ഞാൽ യഹൂദ രാജ്യം, അവരുടെ തലസ്ഥാനം യെരൂശലേം, അവിടെ നിങ്ങൾക്കൊരു പള്ളിയുണ്ട്. ഞങ്ങളിവിടെ വേറെ പള്ളിയിൽ ആരാധിക്കുന്നത്, ശമരിയയിലെ വേറൊരു പള്ളി ഞങ്ങൾക്കുണ്ട്, അവിടെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇവിടെ വന്ന് എന്നോട് വെള്ളം ചോദിക്കുന്നത്? ആശ്ചര്യത്തോടുകൂടി ആ സ്ത്രീ ചോദിച്ചു. നമുക്കറിയാം ആ കഥയല്ല. ഇതാണ് സംഭവം. ഇവർ ഈ 10 ഗോത്രങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് അവർ കരുതി. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളൊരു ചരിത്രം ഇങ്ങനെ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ചും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുമ്പോൾ 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിലേക്ക് നമ്മുടെ വായന വരുമ്പോൾ അവിടെ ഒരു കാര്യം സംഭവിച്ചു. 2 ദിനവൃത്താന്തം 30-ാം അധ്യായം, അവിടെ ഈ ഇസ്രായേലിന് സംഭവിച്ച അപജയത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. ഇസ്രായേലിന് സംഭവിച്ച ആത്മീക അപജയം എന്താണ്? പുരോഹിതന്മാർ വേണ്ടുന്ന വണ്ണം തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെയും ജനം യെരൂശലേമിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാതെയും ദൈവത്തിൻ്റെ വചനം മറന്നും കർത്താവിനാൽ കൽപ്പിതമായ പരിശുദ്ധമായ ആചരണങ്ങൾ പരിത്യജിച്ചും അവർ ദൈവത്തെ മറന്നു ജീവിച്ചു. പുരോഹിതന്മാർ പോലും തങ്ങളെ തന്നെ വേണ്ടുന്ന വണ്ണം വിശുദ്ധീകരിക്കാതെ ആത്മീകമായ അപജയത്തിൻ്റെ ഒരു കാര്യം 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു കാര്യം സംഭവിച്ചു. യെഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ഭരണസാരഥ്യത്തിലേക്ക് വരുന്നുണ്ട്, ദൈവജനത്തിൻ്റെ ഒരു പ്രതിയായിട്ട്. അദ്ദേഹം യെരൂശലേം ദേവാലയത്തിൽ പോയി യാഗങ്ങളും ആരാധനകളും കഴിക്കാനും പിതാക്കന്മാരിലൂടെ ലഭ്യമായ ആ വിശ്വാസ പൈതൃകത്തെക്കുറിച്ച് അന്വേഷിക്കാനും തുടങ്ങി. അപ്പോൾ ഈ രാജാവിന്, യെഹിസ്കിയാവ് എന്ന് പറയുന്നൊരു രാജാവിന് വല്ലാത്തൊരാഗ്രഹം. എന്താണ്? യെരൂശലേം ദേവാലയത്തിൽ പോയി ആരാധന കഴിക്കണം, യാഗം താൻ മാത്രമല്ല
തൻ്റെ ജനം മുഴുവനും അവിടെ പോയി ആരാധിക്കണമെന്ന് താല്പര്യം. അങ്ങനെ അസീറിയൻ രാജാവിനോട് ഒരു അനുവാദം വാങ്ങിയിട്ട് ഒരു വിളംബരം ചെയ്തു. ആ വിളംബരം ഇങ്ങനെയാണ്: ഇന്ന ദിവസം ഇത്രാം തീയതി യെരൂശലേം ദേവാലയം തുറക്കപ്പെടും. യെരൂശലേം ദേവാലയം തുറക്കപ്പെടും. അന്ന് ആർക്കെങ്കിലും ഈ ദൈവാലയത്തിലേക്ക് മടങ്ങി വന്ന് ആരാധിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം. പസഖ ആചരണം തുടങ്ങി എല്ലാ ദൈവിക അനുഷ്ഠാനങ്ങളും പുനരാരംഭിക്കാൻ വേണ്ടി പോകുകയാണ്. യെഹിസ്കിയാവ് രാജാവ് ഒരു വലിയ വിളംബരം ദേശമെമ്പാടും ചെയ്തു. അത് ഗോത്ര പരിഗണന ഇല്ലാതെ എല്ലായിടത്തും പോയി. രാജാവിൻ്റെ പ്രതികൾ പോയി, നാട്ടിൽ പോയി ആൾക്കാരുടെ മുന്നിൽ പറഞ്ഞു, ദൈവാലയം തുറക്കാൻ പോകുന്നു, നിങ്ങൾ വരിക, ആരാധനയ്ക്ക് വേണ്ടി വരിക, നിങ്ങൾ വരണം എന്ന് വിളംബരം ചെയ്തു. ഈ വിളംബരം കേട്ടപ്പോൾ കാലം കുറെ കഴിഞ്ഞല്ലോ, പലരും ശമരിയാക്കാരുമായി ഇടപഴകി സ്വസ്ഥം സുഖം ഗൃഹഭരണം എന്ന മട്ടിൽ ഞങ്ങളെ ആരും ശല്യപ്പെടുത്തണ്ട, ഞങ്ങൾ വേറെ രീതിയിലൊക്കെ ജീവിച്ചു വരികയാണ് എന്ന മട്ടിൽ ജീവിച്ചു വരികയാണ്. 2 ദിനവൃത്താന്തം വായിക്കാം. 2 ദിനവൃത്താന്തം 30:11. 2 ദിനവൃത്താന്തം 30:11. അവിടെ ഇങ്ങനെ പറയുന്നു: ആശേറിലും മനശ്ശയിലും സെബൂലിനുമുള്ള ചിലർ ന്യൂനപക്ഷം തങ്ങളെ തന്നെ താഴ്ത്തി യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. ആശേറിലും മനശ്ശയിലും സെബൂലിനുമുള്ള ചിലർ, എല്ലാവരും അല്ല, ചിലർ ഈ വചനം കേട്ടപ്പോൾ, ഈ ക്ഷണം കേട്ടപ്പോൾ തങ്ങളെ തന്നെ താഴ്ത്തി യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. പ്രിയമുള്ളവരെ, അന്ന് യെരൂശലേമിലേക്ക് മടങ്ങി വന്ന ചിലർ, അതിലൊരാളായിരുന്നു ആര്? ഫനുവേലിൻ്റെ വലിയ പച്ചൻ. അന്ന് മടങ്ങി വന്നതുകൊണ്ട് അവരെവിടെയുണ്ട്? ഇപ്പോൾ യെരൂശലേമിലുണ്ട്. അല്ലെങ്കിൽ എവിടെ ആയിരിക്കുമായിരുന്നു? ശമരിയിലായിരിക്കുമായിരുന്നു. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന, ഒരൊറ്റ സെന്റൻസിൽ ദീർഘമായൊരു ചരിത്രത്തെ ലൂക്കോസ് ഇങ്ങനെ സംക്ഷേപിക്കുന്നു. അന്ന് മടങ്ങി വന്നവരിൽ ഒരാൾ ഇവിടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആ വ്യക്തികളിൽ ഒരാൾ ഇത് മെശിഹായെ നേരിട്ട് കാണുന്നു. മെശിഹായെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം അവർക്കുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ചിതറിയവർ അവരുടെ ചിരകാല പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിൻ്റെ രക്ഷണ്യ കൃപയിലേക്ക് ചേക്കേറി. അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. ചിതറിയവർ അവർ മടങ്ങി വന്നതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷണ്യ കൃപയിലേക്ക് ചേക്കേറി. അതാണ് നമുക്കിവിടെ കാണാനായി കഴിയുക. ആശേർ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യമെന്നാണ്. അങ്ങനെ വന്ന ഗോത്രത്തിൽപ്പെട്ടവർ ഭാഗ്യം ചെയ്തവരാണ്. അവർ യെരൂശലേമിലേക്ക് മടങ്ങി വരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ചില നിർണായക സന്ധികളിൽ ഇങ്ങനൊരു ക്ഷണമുണ്ട്. നമ്മളെല്ലാവരും ആ ക്ഷണം കേൾക്കുന്നുണ്ട്. ശൈഥില്യത്തിൻ്റെ, തകർക്കപ്പെടലിൻ്റെ, അപജയങ്ങളുടെ, ദുരിത സഞ്ചയത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മടങ്ങി വാ എന്നൊരു ക്ഷണമുണ്ട്. ഇന്ന് ഇത്രയും പണം മുടക്കി ഇവിടെ ഈ ആരാധന ക്രമീകരിക്കുന്നതിൻ്റെ പിന്നിലും ആ ഒരു ക്ഷണമുണ്ട്, മടങ്ങി വാ. ഇങ്ങനെ ബൈബിളിൽ ഇതൊരു ഒറ്റപ്പെട്ട സന്ദർഭമല്ല. വേദപുസ്തകത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഈ രക്ഷണ്യ കൃപയിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്ന് ആവർത്തിച്ച് കർത്താവ് വിളിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആകമാനം വികൃതമായി പോയൊരു ആത്മീയ ചിത്രത്തെ നമുക്കവിടെ കാണാൻ കഴിയും. ആ സമയത്ത് കർത്താവിൻ്റെ കോപം വരുന്നു, മോശ കോപിക്കുന്നു. സാഹചര്യങ്ങളെല്ലാം കെട്ടടങ്ങിയിട്ട് മോശ ഒരു പുതിയ തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടി ഇസ്രായേലിനെ നിർബന്ധിക്കുന്നു. ആ സമയത്ത് മോശ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ അടുത്ത് വരാം. യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ അടുത്ത് വരാം. കുറേ പേരൊക്കെ അങ്ങ് പോയി. യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ അടുത്ത് വരാം. നമ്പർ 2, ഹന്ന പ്രവാചകയുടെ രണ്ടാമത്തെ പ്രത്യേകത, സഹനങ്ങളെ സങ്കീർത്തനമാക്കിയവൾ.
സഹനങ്ങളെ സങ്കീർത്തനമാക്കിയവൾ. ലൂക്കോസ് 2:36. അവൾ കന്യാകാലത്തിൽ ഭർത്താവിനോടുകൂടി 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവ. ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു മടുപ്പുമില്ലാതെ ബൈബിൾ പറയുന്നൊരു വിവരണമാണ്. അവൾ കന്യാകാലത്ത് 7 സംവത്സരം ഭർത്താവിനോടുകൂടി ജീവിച്ച് 84 സംവത്സരം വിധവ. ലൂക്കോസിൻ്റെ സുവിശേഷം ഉണ്ടല്ല, കുറേ ഹതഭാഗ്യരുടെ കഥ പറയുന്നൊരു പുസ്തകം കൂടെയാണ്. ഉദാഹരണം, എലിസബത്ത്, സഖരിയാവ്, ശിമയോൻ, ഹന്ന, അമ്മ മറിയം, ജോസഫ്. അയ്യോ, കുറേ ഹതഭാഗ്യരുടെ കഥ പറയുന്ന ഒരു പുസ്തകമാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അപഹാസ്യരായി ജീവിക്കേണ്ടി വന്നുവെങ്കിലും അവർ ജീവിച്ച വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും അറിഞ്ഞും അറിയാതെയും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഉദാഹരണം, നമുക്ക് ആ സഖരിയാവ് എലിസബത്ത് ദമ്പതികളെ ഒന്ന് നോക്കാം. എന്താണ് വേദപുസ്തകത്തിൽ അവരെക്കുറിച്ചുള്ള സാക്ഷ്യം? ദൈവനീതി അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കപ്പെട്ടൊരു കുടുംബമാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ വിട്ട് ജീവിക്കുന്നൊരു ക്രമം അവർക്കില്ല. പുരോഹിതനാണ് സഖരിയാവ്. എലിസബത്ത് ആണെങ്കിലോ ഒരു പുരോഹിതൻ്റെ മകളാണ്. ഒരു പള്ളിയിലച്ഛൻ മറ്റൊരു പള്ളിയിലച്ഛൻ്റെ മകളെ വിവാഹം കഴിച്ച് സാക്ഷ്യത്തോടെ ജീവിക്കുന്ന ഒരു സുവിശേഷ കുടുംബം. എന്നാൽ ആ കുടുംബത്തിൻ്റെ ഒരു ദുര്യോഗത്തെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നു, അവർക്കൊരു കുഞ്ഞുവാവയില്ലെന്ന്. അവർക്കൊരു കുഞ്ഞുവാവയില്ല. മേ ബി സഖരിയാവ് 70കളുടെ ഒരു 70 ഏർലി 70s 70കളുടെ തുടക്കത്തിലാണ്. 70കളുടെ തുടക്കത്തിൽ അന്നത്തെ ക്രമത്തിൽ 24 ഗണങ്ങളായിട്ട് പുരോഹിതന്മാരെ തിരിച്ചിട്ടുണ്ട്. യെരൂശലേം ദേവാലയം ഒരൊറ്റ പള്ളി. ആ പള്ളിയിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം 20,000 പുരോഹിതന്മാരെങ്കിലും ഉണ്ട്. മനസ്സിലാക്കണം, ഒരു പള്ളിയെ ചുറ്റിപ്പറ്റി 20,000 പുരോഹിതന്മാർ, 20,000 പുരോഹിതന്മാരെങ്കിലും അവിടെയുണ്ട്. ലേവ്യ ഗോത്രത്തിൽ ഇങ്ങനെ പരമ്പരാഗതമായി പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ. അവർക്ക് ഇങ്ങനെ ഉപസഭകളില്ല. സിനഗോഗുകളൊക്കെ ഉണ്ട്, പക്ഷേ ഉപപള്ളികളില്ല, ഉപസഭകളില്ല. യെരൂശലേം ദേവാലയം ഒരൊറ്റ പള്ളി, അവിടെ 20,000 പുരോഹിതന്മാർ. ഈ 20,000 പുരോഹിതന്മാർ 24 ഗണങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ധൂപാർപ്പണം എന്ന് പറയുന്നത് നറുക്കിട്ടെടുക്കുന്നു. അന്ന് നറുക്കിവിടുന്നത് സഖരിയാവിനാണ്. സഖരിയാവ് അതിപരിശുദ്ധ സ്ഥലത്ത് വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ധൂപകലശവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്നു. ആ ധൂപാർപ്പണ ശുശ്രൂഷയിൽ ഒരു പ്രത്യേകത എങ്ങനെയാണ്? ജനം, ഇസ്രായേൽ മക്കൾ, അവർ ഈ സമയത്ത് വന്ന യെരൂശലേം ദേവാലയത്തിൽ തമ്പടിച്ച് കിടക്കണം. ആയിരക്കണക്കിന് വിശ്വാസികൾ വരും. ഇവരെല്ലാവരും വാമൊഴിയാലോ വരമൊഴിയാലോ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ പുരോഹിതന് പറഞ്ഞു കൊടുക്കും. ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ടാണ് പുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത്. അപ്പം മേ ബി ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയാണ്, സഖരിയാവിൻ്റെ കയ്യിലുള്ള പ്രയർ റിക്വസ്റ്റിൽ ഒന്നിങ്ങനെയാണ്: അച്ഛാ, ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അടുത്ത പ്രയർ റിക്വസ്റ്റ്: വിവാഹം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി, ഞങ്ങൾക്ക് കുഞ്ഞുവാവയില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇത് ആരോടാണ് ചോദിക്കണമെന്ന് അറിയാമോ? വിവാഹം കഴിഞ്ഞിട്ട് 50 കൊല്ലമായി എന്നിട്ട് കുഞ്ഞില്ലാത്ത, വിവാഹം കഴിഞ്ഞിട്ട് 50 കൊല്ലം എന്നിട്ട് കുഞ്ഞില്ലാത്തൊരു പുരോഹിതനാണ് ചോദിക്കുന്നത്. എന്തൊരു ദുര്യോഗമാണത്! ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്നൊരു പുരോഹിതനാണ് അവിടെ കാണുക. ആ സമയത്താണ്: സഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി. സ്വന്തം ജീവിതത്തിൽ കുറവുകളുടെ കൂമ്പാരം, സ്വന്തം ജീവിതത്തിൽ ഇല്ലായ്മയുടെ വല്ലായ്മ, സ്വന്തം ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അഭാവം, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പറയാൻ കുറവുകളുടെ കണക്കുകൾ മാത്രം. അപ്പോഴും അവർ വചനമനുസരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴും അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴും അവർ പള്ളിയിൽ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴും അവർ ദൈവത്തെ കാത്തിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാനാണോ തോന്നുന്നത്? വെറുതെ മിണ്ടാതിരിക്കാനാണോ തോന്നുന്നത്? പിന്നെ യെസ്, സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കുറവുകളുടെ ഭാണ്ഡവും പേറി നടക്കുന്നവർ. എൻ്റെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം കാര്യങ്ങളൊന്നും നടക്കണില്ല. അത്ഭുതങ്ങൾ സംഭവിക്കാത്തൊരു ഊഷരകാലം. യെസ്, ആഗ്രഹങ്ങൾ സഫലമാകാത്ത, പ്രാർത്ഥനകൾ സഫലമാകാത്ത ഒരു കെട്ടകാലം.
സഹന നിമിഷങ്ങളുടെ തീച്ചുളയിലൂടെ പദം വെച്ച് നടക്കുമ്പോഴും കർത്താവിനെ കാണാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും ഉള്ളിൽ കാത്തു സൂക്ഷിച്ചവർ ഇവർ. അതാണ് ഇവരുടെ പ്രത്യേകത. ഹന്നയും അങ്ങനെയാണ്. ഹന്നയെക്കുറിച്ച് എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? അവൾ കന്യാകാലത്തിൽ ഭർത്താവിനോടുകൂടി 7 വർഷം ജീവിച്ചു എന്ന് പറഞ്ഞാൽ മേ ബി അന്നത്തെ ഒരു കാലഘട്ടത്തിൽ 14, 15, 16 ഇതിനിടയിൽ വിവാഹം. 7 വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു എന്ന് പറഞ്ഞാൽ 15 + 7 21, 22. ഈ 7 വർഷത്തെ ദാമ്പത്യത്തിൽ കുഞ്ഞുങ്ങളില്ല. ആ നന്നേ യൗവനത്തിൽ ഭർത്താവ് മരണപ്പെടുന്നു. പിന്നെ 84 വർഷം വൈധവ്യത്തിൻ്റെ വൈതരണികൾ. 84 വർഷം വിധവ. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ വിവാഹം കഴിച്ചില്ല, വേറെ കുഞ്ഞുങ്ങളില്ല, ഒരു സന്യസ്ത ജീവിതം കണക്കെ ജീവിച്ചു, പ്രവാചകൻ എന്നറിയപ്പെട്ടു, ദൈവാലയത്തിൽ സ്ഥിരവാസം. ഇതാണ് ഈ സ്ത്രീ. ഈ 84 വർഷവും പള്ളിയിൽ പോവും, ഈ 84 വർഷവും ആരാധനയിൽ അഭിരമിച്ച് ജീവിക്കുന്നു. ഇതാണ് ഈ സ്ത്രീയുടെ പ്രത്യേകത. പ്രിയമുള്ളവർ, മേ ബി ഇപ്പോൾ ലൂക്കോസ് എഴുതുമ്പോൾ ഈ വനിതയ്ക്ക് 106, 105, 107 പ്രായം. ഇത്ര 84 വർഷം കാത്തു സൂക്ഷിച്ച പ്രാർത്ഥനയുടെ പാരമ്യത്തിൽ അവൾ നിന്നുകൊണ്ട് മശിഹായെ കാണുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, സഹനങ്ങൾ ജീവിതത്തിൽ വരും, പ്രതിസന്ധികൾ ഉണ്ടാകും. ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരുപാട് പരിഭവം പറച്ചിലിൻ്റെ മധ്യത്തിൽ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച് കാണിച്ച ഒരുപാട് പേർ. മലയാളത്തിൽ ഈ വേദനയും വേദവും ഈ രണ്ടും ഒരേ റൂട്ട് വേടിന്ന് വന്ന വാക്കുകളാണ്. വേദം, വേദന. എന്താണ് വേദന? വേദന അറിയാം. എന്താണ് വേദം? വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ് എന്നൊക്കെയാണ് വേദം എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു, എല്ലാ വേദനയും ഒരു വേദം ആണ്. എവറി പെയിൻ ഈസ് എ മെസ്സേജ്. എല്ലാ വേദനയും ഒരു വേദം ആണ്, ഒരു വേദം. എന്തൊക്കെയോ നമ്മോട് അലറി പറയുന്നുണ്ട്. വേദനകൾ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എല്ലാ വേദനയും നമ്മോട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ കുറേ കൂടെ കടന്നു പറയാൻ എനിക്കിഷ്ടമാണ്. ഏതു വേദന, ഏതു സഹനങ്ങളിലൂടെയും നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എ ഡീപ്പ് റൂട്ടഡ് എക്സിസ്റ്റൻസ് ഈസ് പോസിബിൾ. കുറേ കൂടി ആഴപ്പെട്ടൊരു ജീവിതം സാധ്യമാണ്. എ ഡീപ്പ് റൂട്ടഡ് എക്സിസ്റ്റൻസ് ഈസ് പോസിബിൾ. നമ്മൾ ഇന്നലെ വരെ കടന്നു വന്ന പതക്കം വന്ന പാതകളിൽ നിന്ന് വിഭിന്നമായി കുറേ കൂടി ആഴപ്പെട്ടൊരു ജീവിതം സാധ്യമാണ്. എ ഡിഫറെൻ്റ് എക്സിസ്റ്റൻസ്. ഇന്നലെ പോലെ അല്ല കേട്ടോ. ഇന്ന് നിങ്ങൾ ഒരു സഹനച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ സ്ഫുടം ചെയ്യപ്പെട്ട് നിങ്ങൾ മറ്റൊന്നായി മാറുന്നു. കുറേ കൂടി ആഴപ്പെട്ടൊരു ജീവിതം സാധ്യമാണ്. അതുകൊണ്ട് ഇന്നലകളേക്കാൾ ഉപരിയായ ഒരു ആത്മീക ഔന്നത്യത്തിൽ ജീവിക്കാൻ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് പലപ്പോഴും അനിവാര്യമായി മാറുന്നു. സഹനങ്ങളെ വേണ്ട എന്ന് വെക്കണ്ട. ജീവിതത്തിലെ കുരിശനുഭവങ്ങൾ അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു നാട്യംപുറം. ആ നാട്യംപുറത്തിൽ അസാധാരണമായ നിയമങ്ങളുണ്ട്. അതിലൊരു നിയമം എങ്ങനെയാണ്, ആ നാട്ടിൻപുറത്തിലുള്ള ആരുടെയെങ്കിലും വസ്തുവക ആരെങ്കിലും കട്ടെടുത്താൽ ആ കട്ടെടുക്കുന്നവനെ തൊണ്ടിസഹിതം പിടിച്ചാൽ കട്ടെടുത്ത വസ്തു എന്താണോ ആ വസ്തുവിൻ്റെ ആദ്യാക്ഷരം അവൻ്റെ നെറ്റിയിൽ ചാപ്പകുത്തും. ഇങ്ങനെ ഒരു നിയമം ഒരു നാട്ടിലുണ്ട്. അങ്ങനെ ഒരു ചെക്കൻ ഇങ്ങനെ നടന്നു, നന്നായിട്ട് വിശക്കുന്നുണ്ട്, വേറെ വഴിയൊന്നും കണ്ടില്ല. അപ്പോഴാണ് കുറേ ആടുകൾ ഇങ്ങനെ പച്ചില തിന്നുന്നത് കണ്ടു. അവൻ ഓടിച്ചെന്ന് അതിലൊരു ആട്ടിൻകുട്ടി അടിച്ചു മാറ്റി അപ്പുറത്തുള്ള ചന്തയെ കൊണ്ട് മറച്ചു വിറ്റു. മറച്ചു വിൽക്കുന്ന സമയത്ത് തൊണ്ടി സഹിതം ആളിനെ പൊക്കി ഇവനെ കൊണ്ടുവന്ന നാട്ടിപ്രമാണിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. എന്ത് ചോദിച്ചു? നീ ആടിനെ കട്ടെടുത്തു. എന്തിനെ കട്ടു? അത് വിശന്നിട്ട് ചെയ്തതാണ്.
നാട്ടുപ്രമാണിക്ക് മനസ്സിൽ തോന്നി ഇവനെ വെറുതെ വിടാൻ തീരുമാനിക്കുമ്പോൾ ആൾക്കാർ ആർത്തു വിളിച്ചു, പാടില്ല, നാടിൻ്റെ നിയമം ലംഘിക്കരുതേ. പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് കട്ടെടുത്തതിൻ്റെ ആദ്യാക്ഷരം അവനെ നെറ്റിയിൽ ചാപ്പകുത്തണം. നാട്ടുപ്രമാണി പറഞ്ഞു, ഷീപ്പാണല്ലോ കട്ടെടുത്തത്, അതിൻ്റെ ആദ്യാക്ഷരം അവൻ്റെ നെറ്റിയിൽ ചാപ്പകുത്താം, യെസ് യെസ്. അങ്ങനെ ചാപ്പകുത്തി. കണ്ടവരൊക്കെ അവനെ ഷീപ്പ്, ആട് എന്ന് വിളിക്കാൻ തുടങ്ങി. ചിലർ ആടുകള്ളനെന്നും വിളിച്ച് അവസാനം അവന് ഇരട്ടപ്പേര് കിട്ടി. ആ പേരിങ്ങനെയാണ്, ആട്. നാട്ടുകാർ വിളിച്ചു ആട്. ഇങ്ങനെ 10-30 വർഷം ഈ പേരിൻ്റെ ഭാണ്ഡം പേര് അവൻ നടന്നു, ആട്. പക്ഷേ ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ ആക്ഷേപത്തിൻ്റെ ഒരു വിളി അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ എന്താ പറയുക, ഈ ചിപ്പിയുടെ ഉള്ളിൽ മണൽത്തരി കയറുമ്പം അതൊരു ദ്രവം, ഒരു സ്രവം പുറപ്പെടുവിച്ച് അതിനെ ഇങ്ങനെ ചുറ്റിയെടുക്കും. അങ്ങനെയാണ് അത് മുത്തായി മാറണത്. ചിപ്പിക്കുള്ളിലെ മണൽത്തരി കയറിയാൽ ചിപ്പി തന്നെ ഒരു സ്രവം പുറപ്പെടുവിക്കും. എന്നിട്ട് അതിനെ ഇങ്ങനെ ചുറ്റി അതിനവസാനം മുത്തായി മാറും. അതുപോലെ ഈ ആക്ഷേപത്തിൻ്റെ വിളി അവൻ ഇൻസുലേറ്റ് ചെയ്തു. അതിങ്ങനെ വിളിച്ച് വന്നപ്പോൾ അവൻ ആടുകളോടൊരു ഇഷ്ടം തോന്നി. എന്ത് ചെയ്തു? അവൻ ആടുകളെ പ്രേമിക്കാൻ തുടങ്ങി. ആ നാട്ടിൽ ഏതെങ്കിലും ആടുകൾ വഴിമുടക്കിപ്പോയാൽ ഓടിച്ചെന്ന് പിടിച്ച് ഉടമസ്ഥന് കൊടുക്കും. ഏതെങ്കിലും ആടുകൾ വിശന്ന് കരഞ്ഞാൽ അവൻ കുറേ പച്ചില പറിച്ച് അതിന് കൊടുക്കും. അങ്ങനെ ആ നാട്ടിലുള്ള എല്ലാവരുടെയും ആടുകളുടെ സംരക്ഷകനായി മാറി. ഒരു 30 വർഷം അങ്ങനെ പിന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ വഴിവക്കിലൂടെ ഈ ചെക്കൻ എസ് എന്ന് അപ്പോഴും ഉണ്ട്, നടന്നു പോകുന്നു. ആ സമയത്ത് ഉമ്മറത്തിരിക്കുന്ന ഒരു കൊച്ചൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, ഈ അങ്കിളുടെ നെറ്റിയിൽ എന്തിനാണ് എസ് എന്ന് ചാപ്പകുത്തിയിരിക്കുന്നത്? അമ്മച്ചി പറഞ്ഞു, മോനെ, ഹീ ഈസ് എ സെയിൻറ്റ്. അവനൊരു വിശുദ്ധനാണ് കുഞ്ഞേ, അവനൊരു വിശുദ്ധനാണ്. ഹീ ഈസ് എ സെയിൻറ്റ്. എ ഡീപ്പ് റൂട്ടഡ് എക്സിസ്റ്റൻസ് ഈസ് പോസിബിൾ. എ ഡിഫറെൻ്റ് എക്സിസ്റ്റൻസ് ഈസ് പോസിബിൾ. വ്യത്യസ്തമായൊരു നിലനിൽപ്പ് സാധ്യമാണ്. ഇന്നലകൾക്ക് ബദലായി, ഉപരിയായി ഒരു നിലനിൽപ്പ് സാധ്യമാണ്. എങ്ങനെ? നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് സാധ്യമാണെന്ന് തെളിയിക്കുവാൻ നമുക്ക് കഴിയും. സഹനങ്ങളെ സങ്കീർത്തനങ്ങളാക്കുക. ഉരുക്കിടുന്നു മിഴുനീരിലിട്ട്, മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യകൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിൽ ഉപയുക്തമാക്കാൻ എന്ന് പാടിയതുപോലെ സഹനങ്ങളെ സങ്കീർത്തനങ്ങളാക്കുക. എനിക്ക് അതിൽ നിന്ന് ഒരുപാട് 100 കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ചും സങ്കീർത്തനം 55 പറയാതെ പോകുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചിട്ട് നാട്ടുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് തുണിയെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഭ്രാന്തനെ പോലെ ഓടിയപ്പം അദ്ദേഹം എഴുതിയതാണ്. ആര്? ദാവീദ് എഴുതിയതാണത്. കർത്താവേ, എൻ്റെ കണ്ണുനീരിനെ നീ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയതാണ്. സഹനങ്ങളെ സങ്കീർത്തനങ്ങളാക്കുക. എ ഡീപ്പ് റൂട്ടഡ് എക്സിസ്റ്റൻസ് ഈസ് പോസിബിൾ. കുറെ കൂടെ ശക്തമായൊരു നിലനിൽപ്പ് സാധ്യമാണെന്ന് സഹനങ്ങൾ നമ്മളെ പഠിപ്പിക്കും. ചിലത് പറയാനുണ്ട്. എവറി പെയിൻ ഈസ് എ മെസ്സേജ്. നമ്പർ 3, ഹന്ന പ്രവാചകയുടെ 3ാമത്തെ പ്രത്യേകത, ആരാധനയെ അഭയമാക്കിയവൾ. ഇത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു വിഖ്യാതമായൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സങ്കടങ്ങളൊക്കെ തന്നോളൂ, പക്ഷേ എന്നെ പേടിപ്പിക്കല്ലേ. സങ്കടങ്ങളൊക്കെ വേണമെങ്കിൽ തന്നോളൂ, പക്ഷേ പേടിപ്പിക്കല്ലേ. ഇത് പ്രാർത്ഥിച്ച മനുഷ്യനാരെന്നറിയാമോ? 1902 വിവാഹം, 1903 കുഞ്ഞ് ജനിക്കുന്നു. 1903 അവസാനമാകുമ്പോൾ ആ കുഞ്ഞ് മരിക്കുന്നു. 1905 അച്ഛൻ മരിക്കുന്നു. 1917 പ്രിയപ്പെട്ടവൾ മൃണാളിനി ദേവി മരണപ്പെടുന്നു. 1922, 24, 25, 26 തുടരെ സഹോദരങ്ങൾ മരിക്കുന്നു. എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനാണ് ഇങ്ങനെ കുറിച്ചിട്ടു, ദൈവമേ, സങ്കടങ്ങളൊക്കെ തന്നോളൂ, പേടിപ്പിക്കല്ലേ. ഭയത്തിൻ്റെ വിപരീതമാണ് അഭയം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവാലയം ഒരു അഭയമാണ്. ഇന്ന് ആത്മധൈര്യത്തോടെ എത്ര പേർക്ക് പറയാം, എൻ്റെ ദൈവാലയം എനിക്ക് അഭയമായതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എൻ്റെ ദൈവാലയം എനിക്ക് അഭയമായതുകൊണ്ട് ഞാൻ ദുർനടപ്പിലേക്ക് പോകില്ല, എൻ്റെ ദൈവാലയം അഭയമായതുകൊണ്ട് ഞാൻ ദൈവത്തെ വിട്ടു പിരിയാതെ ജീവിക്കും, അശുദ്ധമായതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല.
ദൈവാലയത്തെ അഭയമായി കരുതുക. അവൾ ദൈവാലയം വിട്ട് പിരിയാതെ ഈ 84 വർഷവും വല്ലാതെ ഒറ്റപ്പെട്ടു പോയ സ്ത്രീ ഇത്രയും ധൈര്യത്തോടെ ജീവിച്ചത് എങ്ങനെ? ഉത്തരം ഇതാണ്: ദൈവാലയം വിട്ട് പിരിയാതെ അവൾ രാവും പകലും ആരാധിച്ചു പോന്നു. ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രാവും പകലും ആരാധന സാധ്യമാണോ? ഈ രാവും പകലും എന്താണ് ആ ഒരു പ്രയുക്തിയുടെ അർത്ഥം എന്താണ്? ഹന്ന പ്രവാചകി രാവും എന്ന് പറഞ്ഞപ്പോൾ രാവിലെ ഒരു സ്തോത്രം 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 ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞിരുന്നോ? എന്താണ് അതിൻ്റെ അർത്ഥം? ഹന്ന പ്രവാചകി രാവും പകലും ആരാധിച്ചു പോകുന്നു. ഒരു കാര്യം അതിനോട് അനുബന്ധമായി പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നമുക്കറിയാമോ, പ്രാർത്ഥനയുടെ ഒരു ശക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങളിൽ ഒരു 100 പേരെങ്കിലും പറയും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ആ ചലനത്തിൻ്റെ മാസ്മരികമായൊരു അനുഭവത്തെക്കുറിച്ച്. വാസ്തവത്തിൽ എന്താണത്? ഈ രാവും പകലും കർത്താവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരല്പ വിശദീകരണം ആവശ്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ താഴോട്ട്. ലൂക്കോസ് 11:1. ഞാനിത് പറയുമ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ വേദഭാഗത്തെ ഒന്ന് ഭാവനയിൽ കൂടെ കാണണം കേട്ടോ. നമുക്കിങ്ങനെ വേദപുസ്തകത്തിലെ ചില സന്ദർഭങ്ങളെങ്കിലും ഒന്ന് പിക്ചറൈസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾ ഭാവനയിൽ കൂടെ ഇങ്ങനെ ഒരു സിനിമ പോലെ ഭാവനയിൽ കൂടെ കണ്ടു പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവനയെ കൂടെ ഒന്ന് ഉണർത്താം. ലൂക്കോസ് 11:1. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഭാവനയിൽ കണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഭാവനയിൽ കണ്ടു. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ ശിഷ്യന്മാരൊരാൾ വന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ? യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? എന്തായിരിക്കാം? ഒരാൾ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾക്ക് തോന്നി അതുപോലെ എനിക്കും പ്രാർത്ഥിക്കണം. കർത്താവ് എന്നെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കൂ. അപ്പോൾ ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയാണ്, എത്ര തീക്ഷ്ണമായിരിക്കും ആ പ്രാർത്ഥന, എത്ര പവർഫുൾ ആയിരിക്കും ആ പ്രാർത്ഥന. ഈ ബൈബിളിൽ ഇങ്ങനെ കർത്താവിൻ്റെ രക്തം വിയർപ്പായിട്ട് മാറിയെന്നൊക്കെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. അത്രമേൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ യേശുവിന് മാത്രമേ പറ്റൂ. അത്രയും തീക്ഷ്ണമായി കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കണ്ടപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. കർത്താവ് പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ. രാജ്യവും ശക്തിയും മഹത്വം. 7 പ്രാർത്ഥനകളാണ് കേട്ടോ. 7 സെൻറ്റൻസ്, 7 പ്രാർത്ഥനാ വിഷയങ്ങളാണ് അതിലുള്ളത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെ നമ്മളെത്തി. അപ്പോൾ ചോദ്യം ഇതാണ്: നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകൾക്ക് ഈ ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന മതിയോ? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന, നമുക്ക് ഈ 7 പ്രാർത്ഥനാ വിഷയങ്ങളടങ്ങുന്ന ലോർഡ്സ് പ്രെയർ, ഇത് മാത്രം മതിയോ? മാതൃകാ പ്രാർത്ഥന. ഓക്കെ, ഇത് മാത്രം മതിയോ? നമ്മളവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കളയരുത് കേട്ടോ. അതിനുശേഷം ലൂക്കോസ് 11:5 അടുത്ത കർത്താവ് പറയുന്നു, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന് അവൻ അടുത്തവർക്കൊരു ഉപദേശം കൊടുത്തു, ഒരു ഉപമ പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന വിട്ടുമാറരുത്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് നിർത്തിയാൽ തീർന്നു, അബദ്ധമാണ്. 5 മുതൽ താഴോട്ട് കർത്താവ് നിരന്തരമായി പ്രാർത്ഥിക്കാൻ അവർക്കൊരു കഥ പറഞ്ഞു കൊടുത്തു. ആ കഥ ഇനി നിങ്ങൾ ആരും ബൈബിളിൽ നോക്കണ്ട, എന്നെ നോക്കിയാൽ മതി. രസകരമായിട്ട് ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറയാൻ താല്പര്യപ്പെടുന്നു. കഥ ഇങ്ങനെയാണ്: എ എന്ന സുഹൃത്ത് ബി എന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ പോയത് അർദ്ധരാത്രിയിലാണ്. എന്നിട്ട് പറഞ്ഞുടാ, രാവിലെ തുടങ്ങി രാത്രി വരെ ഒരുപാട് അലച്ചിരേണ്ട ദിവസമായിരുന്നു ഇന്ന്. ഒരുപാട് ഓടി, നന്നേ വിയർത്തു, നന്നേ വിശക്കുന്നുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല.
ബി എന്ന സുഹൃത്ത് വെട്ടിലായി. കാര്യം ഇത് പറയുമ്പോൾ തന്നെ അറിയാം, അവൻ എന്തോ ആഹാരം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ എല്ലാ ദിവസവും രാത്രിയായാലും എന്തെങ്കിലും വീട്ടിൽ കാണുന്നതാണ്. അവൻ ഓടി അടുക്കളയിൽ പോയി പാത്രങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു വറ്റ് ചോറില്ല, കൊടുക്കാനൊന്നുമില്ല. വല്ലാത്ത വിഷമസന്ധിയിലൂടെ കടന്നുപോയി. എന്നാലും സുഹൃത്താണ്, വല്ലാതെ വിശന്ന് വന്നിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പെട്ടെന്നൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തിട്ട് കസേരയിട്ട് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഈ വെള്ളം കുടിച്ചുകൊണ്ടിവിടെ ഇരുന്നോ, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വരാം. പക്ഷെ അടുക്കളയിലൊന്നും ഇല്ല താനും. ഇവൻ എന്ത് ചെയ്തു? ഓടി അടുക്കളയുടെ വാതിൽ കൂടെ അപ്പുറത്തൊരു 3 വീട് അപ്പുറത്ത് അവനൊരു ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ഞാൻ അവന് പേരിടുന്നു സി. ആ സി എന്ന വീട്ടിൽ പോയി. എന്നിട്ട് പറഞ്ഞു, ഡാ വാതിൽ തുറക്ക്, എനിക്ക് 3 അപ്പം നീ തരണം. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരിപ്പുണ്ട്, അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഒന്നും കഴിച്ചിട്ടില്ല, നന്നേ വിശക്കുന്നുണ്ട്, അവൻ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ, നീ എനിക്ക് 3 അപ്പം തരണം. എന്നാൽ സി എന്ന സുഹൃത്ത് പറഞ്ഞു, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചുപോയി, എൻ്റെ 2 കുട്ടികളെ എൻ്റെ കയ്യിൽ കിടന്നുറങ്ങുകയാണ്, ഇപ്പോൾ വരാൻ പറ്റില്ല. എടാ വാതിൽ തുറക്ക്, എനിക്ക് നീ 3 അപ്പം തരണം. പറ്റില്ല, പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചുപോയി, കുട്ടികൾ ഉറങ്ങുന്നു, ശല്യപ്പെടുത്തരുത്. ഇതാണ് സി എന്ന സുഹൃത്ത് അകത്ത് നിന്ന് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ടും ലജ്ജ കൂടാതെ നാണം കെട്ടവൻ ആ വാതിൽക്കൽ തന്നെ അങ്ങനെ നിന്നു. വീണ്ടും ചോദിച്ചു. ഒടുവിൽ കുറച്ച് പ്രാഗിയിട്ടാണെങ്കിലും അകത്തുള്ളവൻ വന്ന് കുറച്ച് ഭക്ഷണം എടുത്ത് അവന് കൊടുത്തു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എപ്പോഴും പ്രാർത്ഥിച്ചു. ഇതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നൽകിയൊരു ഉപമ. ഇതും പ്രാർത്ഥനയും തമ്മിൽ എന്ത് ബന്ധം? പ്രാർത്ഥനയുമായിട്ട് ഈ കഥ എന്താണ്, യേശു പറഞ്ഞ ഉപമ നമ്മോട് എന്താണ് പറയുന്നത്? പ്രധാനമായും 3 കാര്യങ്ങൾ വേഗത്തിലൊന്നും നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. രാവും പകലും ആരാധനയുടെ മർമ്മം പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുന്നത്. 1, ജീവിതത്തിൻ്റെ ഏത് നിസ്സഹായതയുടെ അർദ്ധരാത്രികളിലും നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു ഇടത്തിൻ്റെ പേരാണ് ദൈവം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏത് നിസ്സഹായതയുടെ അർദ്ധരാത്രികളിലും നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം, ഒരു സ്പേസിൻ്റെ പേരാണ് ദൈവം. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, കണ്ണടച്ചാൽ കണക്റ്റഡ് ആകുന്ന ഒരു ബന്ധം എനിക്കുണ്ടോ? കണ്ണടച്ചാൽ കണക്റ്റഡ് ആകുന്ന ഒരു ബന്ധം എനിക്കുണ്ടോ? ഈ മനുഷ്യൻ കുറച്ച് അപ്പം വേണം, ഒരു ഗതിയുമില്ല, അവൻ ഓടിപ്പോകുന്നു. ഇതിനൊരു വാതിൽ തുറക്ക്, എനിക്ക് 3 അപ്പം വേണം. അകത്തുള്ളവൻ 4 തടസ്സങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ലജ്ജ കൂടാതെ അവൻ നിന്നു. കാര്യം എന്താണെന്നറിയാമോ? അകത്തുള്ളവനുമായുള്ള ഇവന്റെ ബന്ധം, കണക്റ്റഡ്നെസ്, ഈ ബന്ധമാണ് പ്രാർത്ഥന. ഹന്ന പ്രവാചകി രാവും പകലും ആരാധിച്ചു പോന്നെന്ന് പറഞ്ഞാൽ ദൈവവുമായി പ്രവാചകി കാത്തു സൂക്ഷിച്ച ഒരു ബന്ധം, മുറിയാത്തൊരു ബന്ധം. അപ്പൊ എന്താണ് പ്രാർത്ഥന? കണക്റ്റഡ് ആകുന്ന ഒരു ബന്ധത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. ബന്ധം. രാവും പകലും ആരാധന എന്ന് പറഞ്ഞാൽ ഈ ബന്ധം തന്നെയാണ്. കണ്ണടച്ചാൽ കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഈ കുട്ടികൾക്കറിയാം, 1 ലക്ഷം രൂപയുടെ മൊബൈൽ ഞാൻ വാങ്ങി. കഴിഞ്ഞ 1 വർഷമായിട്ട് ആ മൊബൈൽ ഇൻ്റർനെറ്റുമായി കണക്റ്റഡ് അല്ല. എന്നാൽ എന്ത് സംഭവിക്കും? ആ മൊബൈൽ അപ്ഡേറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന വൈറസുകളെ പ്രതിരോധിക്കാൻ എൻ്റെ മൊബൈൽ പരിപാകമല്ല. 2, പുതിയ സാധ്യതകൾ എൻ്റെ മൊബൈലിൽ കിട്ടത്തില്ല. ന്യൂ അപ്ഡേഷൻസ് കിട്ടത്തില്ല. പുതിയ ചലഞ്ചസ് നേരിടാൻ എൻ്റെ മൊബൈൽ പ്രാപ്തമല്ല. പുതിയ സാധ്യതകളും എൻ്റെ മൊബൈലിലില്ല. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, 2026 ജനുവരി മാസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി 2025 ജനുവരിയിലെ പ്രാർത്ഥന പോരാ.
പിന്നെ നിത്യബന്ധം, കണക്റ്റഡ് ആവുക, ഒരു സ്പിരിച്വൽ അപ്ഡേഷൻ, ഒരു അഭിഷേകത്തിൻ്റെ പുതിയ നിറവ് എന്നിലുണ്ടായാൽ മാത്രമേ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ എനിക്ക് പറ്റൂ. ഓരോ ദിവസവും ഓരോ ചലഞ്ചസ് ആണല്ലേ, ഓരോ ദിവസവും പുതിയ പുതിയ വെല്ലുവിളികളാണ്. പിശാച് പുതിയ പുതിയ വെല്ലുവിളികൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്, പുതിയ പ്രലോഭനങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ഓരോ ദിവസവും ഒന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പുതിയ പുതിയ വെല്ലുവിളികളെ പഴയ പ്രാർത്ഥന കൊണ്ട് നേരിട്ടാൽ പറ്റില്ല. കണക്റ്റഡ് ബന്ധം, അകത്തുള്ളവനുമായുള്ള ഒരു ആത്മബന്ധത്തിലാണ് ആ മനുഷ്യൻ അവിടെ നിൽക്കുന്നത്. 2, അകത്തുള്ള മനുഷ്യൻ 4 തടസ്സങ്ങൾ പറഞ്ഞു. എന്താണത്? എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചു പോയി, കുട്ടികൾ ഉറങ്ങുന്നു, എഴുന്നേറ്റ് ഇപ്പോൾ വരാൻ പറ്റില്ല. ഈ 4 തടസ്സങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഈ മനുഷ്യൻ ലജ്ജ കൂടാതെ ആ വാതിൽക്കൽ നിന്നു. ഓയ്, എന്തുകൊണ്ട്? നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്തുകൊണ്ട്? ഉറക്കെ പറയൂ. എന്തുകൊണ്ട്? സ്നേഹിതനായതുകൊണ്ട്. ഓക്കെ, വിശ്വാസമുള്ളത് കൊണ്ട്. യെസ്, വിശ്വാസമുള്ളത് കൊണ്ട്, ആവശ്യകതയുള്ളത് കൊണ്ട്. കിട്ടിയേ പറ്റൂ. ആവശ്യകതയുള്ളത് കൊണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ സ്മാർട്ട് ആൻസറാണ്, എല്ലാം ശരിയാണ്. ഒരു പടി കൂടെ മുന്നിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഇത്രയും തടസ്സങ്ങൾ പറഞ്ഞിട്ടും മടി കൂടാതെ അവിടെ തന്നെ നിന്നു. കാര്യം, അകത്തുള്ളവൻ എൻ്റെ കയ്യിൽ അപ്പമില്ല എന്ന് പറയില്ല. അപ്പമില്ല എന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വരേണ്ടുന്ന അപ്പം അവൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വരേണ്ടുന്ന അപ്പം അവൻ്റെ കയ്യിലുണ്ട്. അകത്തുള്ളവൻ്റെ കയ്യിലുണ്ട്. ലജ്ജ കൂടാതെ നിൽക്കുകയോ, കുഴപ്പമില്ല. ആവർത്തിച്ചുള്ള പ്രാർത്ഥനയിൽ അകത്തുള്ളവനുമായുള്ള ആത്മബന്ധത്തിൽ അവൻ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അവനറിയാം, എനിക്കുള്ള ബ്ലെസ്സിങ് അവൻ്റെ കയ്യിലുണ്ട്, എനിക്ക് വരേണ്ടുന്ന അനുഗ്രഹം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്നവന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ചുള്ള പ്രാർത്ഥന ഇയാളെ തളർത്തുന്നില്ല. കാര്യം, എനിക്ക് വരേണ്ടുന്ന എല്ലാ അനുഗ്രഹത്തിലുണ്ട്. തളരേണ്ട, പതറേണ്ട, പിന്മാറേണ്ട, പോകേണ്ട. അവിടുത്തെ ബി ദെയർ ഇൻ പ്രയർ, ബി ദെയർ ഇൻ വർഷിപ്പ്, ബി ദെയർ ഇൻ ഫെയ്ത്ത്. യെസ്, നിങ്ങൾ അവിടെ ആയിരിക്കുക, നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക, നിങ്ങൾ ആരാധനയിൽ തന്നെ നിൽക്കുക, നിങ്ങൾ പരിശുദ്ധാത്മ ശക്തിയിൽ നിൽക്കുക, അവിടെ തന്നെ നിൽക്കുക. പൊക്കളയരുത്, പിന്മാറരുത്. ബി ദെയർ മൈ ഡിയർ ഫ്രണ്ട്. പോകരുത്. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വരേണ്ടത് എല്ലാ ബ്ലെസ്സിങ്സും അവൻ്റെ കയ്യിലുണ്ട്. അവിടെ നിന്ന് പൊക്കളയല്ലേ. കാത്തിരിപ്പുകൾ വേദനയാണ്, പൊക്കളയരുത്. ഒരു പക്ഷേ തിരസ്കാരത്തിൻ്റെ വർത്തമാനങ്ങളാണ് കേൾക്കുന്നതെങ്കിലും പൊക്കളയരുത്. ബി ദെയർ. അതുകൊണ്ട്, ഒന്ന് ബന്ധം, മറ്റൊന്ന് സംബന്ധം. മൂന്നാമത്തെ ഒരു കാര്യം, ഈ തടസ്സങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹം അവിടെ തന്നെ നിന്നു. ലൂക്കോസ് 11:8, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ല എന്ന് പറഞ്ഞിട്ടും ലജ്ജ കൂടാതെ അവൻ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് എഴുന്നേറ്റ് വന്ന് അവന് വേണ്ടിടത്തോളം കൊടുത്തു. നിർബന്ധം. അവനിങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് അവൻ എഴുന്നേറ്റ് വന്ന് അവന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു: യാചിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ. പരിഭാഷയിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇങ്ങനെയാണ് മലയാളത്തിൽ എഴുതേണ്ടത്: യാചിച്ചു കൊണ്ടേയിരിപ്പിൻ. യാചിച്ചു കൊണ്ടേയിരിപ്പിൻ, കിട്ടും. അന്വേഷിച്ചു കൊണ്ടേയിരിപ്പിൻ, മുട്ടിക്കൊണ്ടേയിരിപ്പിൻ. നിർത്തിക്കളയരുതേ എന്നാണ് പറയുന്നത്. നിർത്തിക്കളയരുതേ. ഇതിനെയാണ് നമ്മൾ
രാവും പകലും ആരാധിക്കുക എന്ന് പറഞ്ഞത്. ഹന്നാ പ്രവാചകിക്ക് ആ ദൈവാലയത്തിനുള്ളിൽ ഇങ്ങനെ അവൾ പിന്നെ അവിടെ ഇരുന്നുവെന്നും താമസിച്ചുവെന്നും മാത്രമല്ല അതിൻ്റെ അർത്ഥം, ദൈവവുമായി അവൾ സ്ഥാപിച്ചൊരു കണക്റ്റഡ്നെസ്, ഒരു ബന്ധമുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഒരു സംബന്ധമുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഒരു നിർബന്ധമുണ്ടായിരുന്നു. അതിലവൾ തന്നെ നിന്നു, അഭിരമിച്ചു. ഒടുവിൽ പ്രിയമുള്ളവരെ, അവൾ കാണേണ്ടതെല്ലാം കണ്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ആരാധനയെ അഭയമാക്കിയവൾ. ഏറ്റവും ഒടുവിലായി ഒരു കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിശബ്ദമായി കർത്താവിനെ കാത്തിരുന്നവൾ, നിശബ്ദമായി കർത്താവിനെ ലൂക്കോസ് 2:38 ആ നാഴികയിൽ അവളും അടുത്ത് ചെന്ന് ദൈവത്തെ സ്തുതിച്ച് യെരൂശലേമിനെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും കൂടി അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ഒരു ഡിവോട്ടഡ് ലൈഫ്, ഒരു ഡിവൈൻ റിയാലിറ്റിയെ കണ്ടു. ഒരു സമർപ്പിത ജീവിതം, ഒരു ആത്മീക സത്യത്തെ അവൾ കണ്ടു. അവൾ കർത്താവിനെ കാത്തിരുന്നു. 84 വർഷമാണ് കേട്ടോ, 84 വർഷമാണ്. അതിവിടെ മറന്നുപോരുത്. 84 വർഷം. സാധാരണ ഇങ്ങനെ ഒരു സെനൻസ് ഒരു ധ്യാനഗുരു പറഞ്ഞതാണ്: ഗോഡ്സ് ഡിലേഡ് റെസ്പോൺസസ് ആർ റിഡംപ്റ്റീവ് എക്സ്പീരിയൻസസ്. ഗോഡ്സ് ഡിലേഡ് റെസ്പോൺസസ് ആർ റിഡംപ്റ്റീവ് എക്സ്പീരിയൻസസ്. ഡിലേ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? ഡിലേ എവിടെയൊക്കെയാണ് ഈ വാക്ക് കേട്ടിട്ടുള്ളത്? ഡിലേ ഈ വാക്ക് എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? നമ്മളിങ്ങനെ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാതെ ഇങ്ങനെ ബഫർ ചെയ്യുമ്പോഴാണ് ഡിലേ കിട്ടുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ടി വിയിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് പ്രശ്നമില്ല. ഓക്കെ. പിന്നെ എന്താണ്, നമ്മൾ ആ ഫ്ലിപ്കാർട്ടിലൊരു കാര്യം ബുക്ക് ചെയ്തു, വരുന്നില്ല, ഡിലേ. ഈ ഡിലേ ഭയങ്കര. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലരൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ സർപ്രൈസ് ഗിഫ്റ്റുകൾ നമ്മുടെ കുട്ടികൾ ഫ്ലിപ്കാർട്ടിലൊക്കെ പിന്നെ ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം ജനുവരി 24-നാണ് ബർത്ത്ഡേ ആണെങ്കിൽ ജനുവരി 26-ന് കിട്ടിയാൽ ഡിലൈറ്റ്. നമുക്കത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അത്ര ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. ഹന്നാ പ്രവാചകയുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ഡിലേ സംഭവിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? മെസ്സിഹായെ കണ്ടു എന്ന് പറഞ്ഞാൽ കാണേണ്ടത് കണ്ടിട്ടേ പോയുള്ളൂ. ഹല്ലേലൂയ. ഹന്നാ പ്രവാചകയുടെ ജീവിതത്തിൽ അവൾ കാണേണ്ടത് കണ്ടെന്ന്, അവൾ കാണേണ്ടത് കണ്ടിട്ടേ പോയുള്ളൂ. കാണേണ്ടത് കാണും. നിങ്ങൾ കർത്താവിനായി കാത്തിരുന്നാൽ നിങ്ങളുടെ കാത്തിരിപ്പുകൾ വ്യർത്ഥമാകില്ല. നിങ്ങളുടെ കാത്തിരിപ്പുകൾ വികലമല്ല. പിന്നെ കാണേണ്ടത് നമ്മൾ കാണും, ഉറപ്പാണ്. കാണേണ്ടത് കണ്ടിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹന്നാ പ്രവാചകി കാണേണ്ടത് കണ്ടു. അതുകൊണ്ട് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ കെടുക്കരുത്. എല്ലാം പിടികിട്ടിയോ? ആത്മാവിനെ കെടുക്കരുത്. ഇംഗ്ലീഷ് പരിഭാഷ ഡു നോട്ട് ക്വെഞ്ച് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീകമായ ആവേശം നഷ്ടപ്പെട്ടു പോകരുത്. അത്രയുള്ള വാക്കിൻ്റെ അർത്ഥം. ആത്മാവിനെ കെടുക്കരുത് എന്ന് പറഞ്ഞാൽ ആത്മീകമായ ആവേശം നഷ്ടപ്പെട്ടു പോകരുത്, തീക്ഷ്ണത കുറയരുത് എന്നാണ് ആ വാക്യത്തിൽ അർത്ഥം. വായിക്കാം. 1 തെസ്സലോനിക്കർ 5:16 മുതൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആത്മീകമായ ആവേശം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:16 മുതൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിപ്പീൻ, എപ്പോഴും സന്തോഷിക്കുവീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ആവേശം നഷ്ടപ്പെട്ടു പോകരുത്. ഡു നോട്ട് ക്വെഞ്ച് ദ സ്പിരിറ്റ്. നിങ്ങൾക്ക് ഈ ആവേശം നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും സ്തോത്രം ചെയ്യണം, എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും സന്തോഷിക്കണം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ആത്മീകമായി നിങ്ങളുടെ ആവേശം നഷ്ടപ്പെട്ടു പോകരുത്. ലോകത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളുണ്ടാകും, ജീവിത സാഹചര്യങ്ങൾ മാറി മറിയും, പക്ഷെ നിങ്ങളുടെ ആവേശം നഷ്ടപ്പെട്ടു പോകരുത്. ഡു നോട്ട് ക്വെഞ്ച് ദ സ്പിരിറ്റ്. പ്രിയമുള്ളവരെ, ഹന്നാ പ്രവാചകിയുടെ 4 പ്രത്യേകതകൾ. 1, ശിഥിലമായി പോകേണ്ട
ഒരു സാഹചര്യത്തിൽ പിറന്നവളാണവൾ. എന്നാൽ ശൈഥില്യങ്ങളിൽ അവൾ കൃപയുടെ അനുഭവങ്ങളിലേക്ക് ചേക്കേറി ശൈഥില്യങ്ങളിൽ ശേഷിപ്പായി മാറിയവൾ. 2 സഹനങ്ങളെ സങ്കീർത്തനമാക്കിയവൾ. 3 ആരാധനയെ അഭയമാക്കിയവൾ. 4 നിശബ്ദമായി കർത്താവിനെ കാത്തിരുന്നവൾ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ പരിപോഷണത്തിന് ഈ ആത്മീക പാഠങ്ങൾ മുഖാന്തരമായി മാറട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. ആമേൻ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യമാം രാജാവൻ, കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കൃപാലുവായ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അതിശയകരമായി നടത്തുന്ന കർത്താവാകിയാൽ സ്തുതി. ശിഥിലമായി പോകേണ്ട സാഹചര്യങ്ങളിൽ ഞങ്ങളെ ശേഖരിച്ചു കൃപയുടെ രക്ഷയുടെ കൂടാരങ്ങളിലേക്ക് ചേക്കേറുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഇക്കാലയളവിൽ സഹായിച്ചുവല്ലോ. ഹല്ലേലൂയ. നദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. സഹനവീതികളിലൂടെ കടന്നുപോയപ്പോൾ അവയെല്ലാം സങ്കീർത്തനങ്ങളാക്കുവാൻ അങ്ങ് ഞങ്ങളെ ആത്മീകമായി ബലപ്പെടുത്തി. ആരാധനയെ അഭയമാക്കി മുന്നേറിയ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങളുടെ കാത്തിരിപ്പുകൾ വിഫലമാകാതെ കാണേണ്ടതെല്ലാം കാണുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാൽ സ്തുതി. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവവുമായുള്ള നിത്യബന്ധത്തിൽ തന്നെ ആയിരിക്കാൻ സഹായിക്കണമേ. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപ ചൊരിയണമേ. വേദനകളോടെ ഭാരങ്ങളോടെ വന്നവർക്ക് ഇന്ന് ഇവിടെ പ്രഘോഷിച്ച തിരുവചനം ഒരു ഔഷധമായി, ആത്മീക ഔഷധമായി മാറട്ടെ. കർത്തൃകൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. ദൈവം തമ്പുരാനെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ചിന്തകൾക്കപ്പുറമായ വീഥികളിലൂടെ ഞങ്ങളെ വഴി നടത്തുന്ന സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങൾ കാണാത്ത കേൾക്കാത്ത പഥങ്ങളിൽ അങ്ങൊപ്പമുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തുതി. കർത്താവെ, ആകുലതകൾ, പ്രയാസങ്ങൾ, രോഗഭാരങ്ങൾ എല്ലാം കർത്താവ് മായ്ക്കണമേ. അവിടുത്തെ രക്ഷണ്യകൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ക്രിസ്തുവാകുന്ന തലയോളം വളരുന്ന ആത്മീക നിറവ് ഞങ്ങൾക്ക് തരണമേ. ഇന്ന് ഈ ആരാധന വിട്ട് ഞങ്ങൾ മടങ്ങിപ്പോൾ കർത്താവ് എന്നെ സൗഖ്യമാക്കി. കർത്താവ് എനിക്ക് വിടുതൽ തന്നു, ആത്മീകമായ കൃപകൾ തന്നു, ജീവിക്കാനുള്ള ഒത്താശ തന്നു, ജീവിതത്തിൻ്റെ ഏതു സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനുള്ള ആത്മധൈര്യം തന്നു എന്ന ബോധ്യത്തോടെ മടങ്ങുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ കുടുംബങ്ങളെയും തൃക്കൺ പാർക്കണമേ. അഭിമന്യ തിരുമേനിക്കായി, നേതൃത്വത്തിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരും ഇതിൻ്റെ ആത്മനിറവിൽ കർത്താവ് കാത്തരുളുന്ന സ്നേഹത്തിനായി സ്തുതി. ഞങ്ങളെല്ലാവരും വിനയപ്പെടുത്തുന്നു. യാക്കോബിനെ പോലെ അടിയങ്ങളും പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങളെ പറഞ്ഞേക്കരുത്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ യാചന കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും കാവലും പ്രിയരെ നാം ഏവരോടും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.